Chapter 3 verse 5. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 11-ാം വാക്യവും തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യവും വായിക്കാം. അവന്റെ മകനായ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസ്ഹാക്ക് ബേർലഹയിൽ ഒഴിവയ്ക്കരികെ പാർത്തു. That God blessed his son Isaac, and Isaac dwelt by the well Lahai Roi. തീത്തോസ് 3:5. Titus chapter 3 verse 5. Not by works of righteousness which we have done, but according to his mercy he saved us by the washing of regeneration and renewing of the Holy Ghost. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത്. 6-ാം വാക്യം. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. കർത്താവേ മഹിമയുണ്ടാവട്ടെ. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം. നമ്മുടെ കൺവെൻഷനെ കർത്തർ ഇവളവും ആശീർവാദമാക്കി തന്ന. Till now the Lord has been blessing our convention. നമ്മുടെ കൺവെൻഷനെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചു തന്നു. ഇന്ത്യക്ക് ഇന്ന് കൺവെൻഷന്റെ കടശി നാൾ. Today is the last day of our convention. ഇന്ന് ഈ കൺവെൻഷന്റെ അവസാന ദിവസമാണ്. ഇന്ത്യക്ക് സായന്ത്രം കൂട്ടമില്ല. Today we don't have evening meeting. ഇന്ന് വൈകുന്നേരം യോഗം ഉണ്ടായിരിക്കുന്നതല്ല. സായന്ത്രം ഊളിക്കാട് കൂട്ടം വയ്ക്കപ്പെട്ടിരിക്കണം. Evening we have only workers meeting. വൈകുന്നേരം വേലക്കാരുടെ യോഗം മാത്രമാണുള്ളത്. എല്ലാ ദൈവന്റെ പിള്ളകളും ജപത്തിൽ അധികം തെളിந்த ബുദ്ധിയോടെ ഇരിക്ക വേണ്ടു എന്നതേ ഞാൻ ஞாபகப்படுத்துறேன். I would like to remind you about one thing, that you must all be sober minded as far as prayer is concerned. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ആദ്യമായി ഓർപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ തീത്തോ നിർവത്തിൽ വാസിத்து കേട്ട വചനം പോലെ പരിശുദ്ധാവിയിൽ പുതുപ്പിക്കൽ നാം പാതുകാത്തുകൊള്ളപ്പെടണം. Just like we have read in the book of Titus, we must be kept by the renewing of the Spirit. ഇപ്പോൾ നാം തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിൽ നാം എല്ലായ്പ്പോഴും കാക്കപ്പെടണം. ഈസാക്ക് ലാഹുലോയി എന്ന തുറവണ്ടയിൽ തങ്ങിയിരുന്ന. Isaac dwelt near the well Lahai Roi. ഇസ്ഹാക്ക് ബേർലഹയിരോയി എന്ന നീരുറവിനരികെ പാർത്തിരുന്നു. அந்த வார்த்தைയുടെ അർത്ഥം കർത്തർ എന്നെ പാർக்கிறார். The meaning of the word is God saved me. ആ വാക്കിന്റെ അർത്ഥം എന്തെന്നാൽ യഹോവ എന്നെ കാണുന്നു. இந்த എണ്ണം നമുക്ക് എല്ലാവർക്കും ഇരിക്കണം. We all must have this thought in our mind. ഈ ചിന്ത നമ്മിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഞാനും നീങ്ങളും அந்த അറിവോടെ കാണപ്പെടണം. Both I and you should have such a knowledge. ഞാനും നിങ്ങളും ആ അറിവ് ഉള്ളവരായിരിക്കണം. കർത്തർ എന്നെ പാർக்கிறார். God sees me. യഹോവ എന്നെ കാണുന്നു. കർത്തരെ മറയ്ത്ത് നമുക്കൊണ്ടുമേ ചെയ്യുവതക്കിടമില്ലേ. We cannot do anything hiding our Lord. ദൈവത്തെ മറച്ച് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. നമ്മുടെ ഇപ്പോഴിരിക്കുന്ന ജപത്തിനാൽ തൃപ്തിപ്പെടവും കൂടാ. You should not be satisfied with the prayer you have now. ഇപ്പോൾ നമുക്കുള്ള പ്രാർത്ഥന കൊണ്ട് നാം തൃപ്തിപ്പെടുകയുമരുത്. നമ്മുടെ ഊഴത്തിന്റെ ആരംഭം ജപത്തിലും കണ്ണീരിലും മാത്രം കാണപ്പെട്ടത്. The beginning of our ministry was simply in tears and in prayer. നമ്മുടെ വേലയുടെ ആരംഭമെന്നത് പ്രാർത്ഥനയിലും കണ്ണുനീരിലും മാത്രം ആയിരുന്നു. പണത്തിലോ വരുമാനത്തിലോ இந்த കൺവെൻഷൻ இந்த ഊഴിയം ആരംഭിക്കുകയില്ലേ. This ministry was not started because of the income or the money. വരുമാനം കൊണ്ടോ അല്ലെങ്കിൽ പണശേഷി കൊണ്ടോ ആരംഭിച്ച വേലയല്ല ഇത്. ആദ്യ അപ്പോസ്തലരും அப்படிதான் ஊழியம் செய்தார்கள். This is how even the early apostles ministered. ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരും അങ്ങനെയാണ് വേല ചെയ്തത്. മികുന്ത മനത്താഴ്മയോടും കണ്ണീരോടും എന്ന അപ്പോസ്തലനായ പൗൽ അപ്പോസ്തല നടപടി 20-ാം അധ്യായത്തിൽ ചൊല്ലിയിരിക്കുന്നു. In Acts of the Apostles chapter 20, Apostle Paul said with much tears and humility. അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്
അധികം കണ്ണുനീരോടെയും അധികം താഴ്മയോടെയും ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുവെന്നാണ്. നാം എപ്പോഴും മികുந்த താഴ്മയോടും കണ്ണീരോടും കാണപ്പെടണം. We will always be seen with much humility and tears. നാം എല്ലായ്പ്പോഴും അധികം താഴ്മയും വളരെ കണ്ണുനീരും ഉള്ളവരായിരിക്കുകയാണ്. ഒരുവരും ഒരുവരോട് കോപമായോ വൈരാഗ്യമായോ പകയായോ ഇരിക്കக்கூடாது. No one should be angry with another person or no one should hate another person. ആരും തമ്മിൽ കോപമോ വൈരാഗ്യമോ പിണക്കമോ പകയോ ഉള്ളവരായിരിക്കരുത്. ഒരാളിന്റെ കുറ്റത്തെ മറ്റവർക്ക് ചൊല്ലக்கூடாது. One person should not tell the fault of another person to some other person. ഒരാൾ വേറൊരാളിന്റെ കുറ്റത്തെ മൂന്നാമതൊരു വ്യക്തിയോട് പറയരുത്. ഒരാൾ ഒരു കുറ്റവാളിയായിരുന്നാൽ അവരോട് മാത്രം ചൊല്ലി വിളക്കപ്പെടുത്തി വിട്ടുവിടണം. If a person is at fault, you must go and tell him personally, and you must tell him personally. ഒരാളെ കുറ്റവാളിയായി കണ്ടാൽ ആ വ്യക്തിയോട് നേരിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് കുറ്റബോധം വരുത്തുക. എന്റെ സഹോദരന്റെ കുറ്റത്തെ മറ്റു സഹോദരർക്ക് ചൊല്ലக்கூடாது. I should not tell the fault of my brother to someone else. എന്റെ സഹോദരന്റെ കുറ്റത്തെ മറ്റൊരാളോട് ഞാൻ പറയരുത്. എന്റെ സഹോദരന്റെ കുറ്റത്തെ മറ്റൊരാൾക്ക് ഞാൻ ചൊല്ലக்கூடாது. I should not tell the fault of my sister to another one. എന്റെ സഹോദരിയുടെ കുറ്റം വേറൊരാളോട് ഞാൻ പറയരുത്. അവളുടെ ഈ കുറ്റത്തെ അവർക്ക് ഉണർത്തി കൊടുക്കണം. You must make them to know their own fault. ഓരോരുത്തരുടെയും തെറ്റുകൾ താന്താങ്ങൾക്ക് തന്നെ ബോധ്യം വരുത്തി കൊടുക്കുക. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും ചൊല്ലിക്കൊടുക്കണം. Whether they listen to that or not, but it is your duty to tell them. അവർ അത് കൈക്കൊണ്ടാലും ഇല്ലെങ്കിലും അവർക്കത് ബോധിപ്പിച്ചു കൊടുക്കണം. അത് മൂന്നാമതൊരാൾക്ക് ചൊല്ലി പകയുണ്ടാക്കக்கூடாது. But you should not bring enmity by telling this matter to third person. മൂന്നാമതൊരു വ്യക്തിയോട് പറഞ്ഞ് തമ്മിൽ ശത്രുത ഉണ്ടാക്കരുത്. அப்படி செய்யும்போது பரிசுத்தாவியின் புதுப்பிக்கல் நஷ்டமாய் போய்விடும். When you do like that, you will lose the renewing of the Holy Ghost. അങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മിൽ നഷ്ടമാവുകയാണ്. അപ്പോൾ ദൈവ സമൂഹം നമുക്കില്ലാതെ പോയിവിടും. Then we will lose the presence of God also. അങ്ങനെയായാൽ ദൈവ സാന്നിധ്യം നമ്മിൽ ഇല്ലാതെയാകും. ഈസാക്ക് ലാഹിറോയി എന്ന് പേരുള്ള അന്ത തുറവണ്ടയിൽ തങ്ങിയിരുന്ന Isaac dwelt near the well called Lahairoi. ബേർലഹൈറോയി എന്ന നീരുറവിനരികെ ഇസഹാക്ക് പാർത്തിരുന്നു. ദേവൻ എന്നെ കാൺகிறார் എന്നർത്ഥമാം അന്ത തുറവിൻ പേര്. The meaning of the word or the well is God sees me. ആ പേരിന്റെ അർത്ഥം എന്തെന്നാൽ ദൈവം എന്നെ കാണുന്നു. இந்த எண்ணம் உங்களுக்கும் எனக்கும் எப்பொழுதுം കാണപ്പെட வேண்டும். You and I should always have this thing in our mind. ഈ ചിന്ത എന്നിലും നിങ്ങളിലും സദാ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇന്നേക്ക് വാരത്തിൻ முதலாம் നാൾ സഭാരാധന മധ്യത്തിൽ உங்களுக்கு சொல்றேன். I am telling you this in the midst of this gathering, even in the first day of the week. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനം ഈ സഭായോഗത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നാം എല്ലാവരും ഒരുമനമായും സന്തോഷമായും നമ്പിക്കയോടും കാണപ്പെട வேண்டும். We must all be of one mind and we must be happy and with hope. നാം സന്തോഷത്തോടെയും ഐക്യതയോടെയും ഒരു മനസ്സോടെയും കാണപ്പെടണം. നമ്മുടെ എഴുത്തുക്രിയ മേന്മകൾ ഒന്നും എടുത്ത് കാട്ടக்கூடாது. You should not just expose all your literal greatness. നമ്മുടെ അക്ഷരീയമായ ശ്രേഷ്ഠതകളൊന്നും നാം പ്രദർശിപ്പിക്കരുത്. നമ്മുടെ കൽവിയോ നമ്മുടെ ജാതി മേന്മയോ ഒന്നും എടുത്ത് കാട്ടக்கூடாது. We should not be boasting ourselves in our education or in our family. നമ്മുടെ വിദ്യാസമ്പന്നതയോ ജാതി ശ്രേഷ്ഠതയോ ഒന്നും വെളിവാക്കുവാൻ ശ്രമിക്കരുത്. ആദ്യ അപ്പോസ്തലർ அப்படி செய்யவில்லை. Early apostles didn't do like that. ആദ്യ അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തില്ല. പരിശുദ്ധ പൗലും മറ്റും നല്ല ഉയർന്ന സ്ഥാനത്ത് പിറന്നവർ. The apostle Paul and all, they were born in a high position. വിശുദ്ധ പൗലൂസിനെ പോലെയുള്ളവർ ഉന്നത കുലജാതരാണ്. ஆனால் அவர் அவரை வெளிப்படுத்தாமல் கர்த்தரை வெளிப்படுத்தினார். But they did not reveal themselves, instead they revealed God. എങ്കിലും അവർ തങ്ങളെ വെളിപ്പെടുത്താതെ ക്രിസ്തുവിനെ അത്രേ വെളിപ്പെടുത്തിയത്. அவர் யூதர் மத்தியில் மாத்திரம் வேலை செய்யாமல் புறஜாதியின் மத்தியில் வேலை செய்தார். They not only worked among the midst of the Jews, they also worked in the midst of the Gentiles. യഹൂദന്മാരുടെ ഇടയിൽ മാത്രം പ്രവർത്തിക്കാതെ അവർ ജാതികളുടെ ഇടയിലും ശുശ്രൂഷ നിർവഹിച്ചു. അത് നമ്മുടെ കർത്തരായ യേശുവും சொன்ன കാര്യം താൻ. That's the same thing which our Lord Jesus Christ also said. നമ്മുടെ കർത്താവായ യേശുവും തിരുവായി മൊഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. இந்த தொழுவத்தில் உள்ளதை அல்லாமல் வேற ஆடுகளும் எனக்குண்டு. I have other sheep also which do not belong to this fold. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവകളെ ഞാൻ കൊണ്ടുവര வேண்டும். I must bring them. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു.
ഒരു മേയ്പ്പനും ഒരു മന്തയുമായി മാറ്റപ്പെടും. And it must be changed as one fold and one shepherd. ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും. ഇത് കർത്താവായ യേശു തമது വായാൽ சொன்ன വാർത്ത. These are all the words which the Lord Jesus Christ spoke with his own mouth. ഇത് നമ്മുടെ കർത്താവായ യേശു തന്നെ തിരുവായി മൊഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു മേയ്പ്പൻ യേശു. That one shepherd is the Lord Jesus Christ. ഏക ഇടയൻ യേശുവത്രേ. ഒരു മന്ത സഭ. That one fold is the church. ഒരാട്ടിൻകൂട്ടം എന്നത് സഭ ആകുന്നു. മുഴു ഉലകത്തിലും കർത്താവ് നമുക്ക് இந்த ஊழியத்தை தந்திருக்கிறார். The Lord has given the ministry throughout the world. മുഴു ലോകത്തിലും കർത്താവ് നമുക്ക് ഈ വേല നൽകിയിരിക്കുകയാണ്. എല്ലാം ഒരു മന്ത മാത്രമായിരിക്കണം. And all must be as like one fold. എല്ലാം ഒരൊറ്റ ആട്ടിൻകൂട്ടമാണ്. പെന്തക്കോസ്ത് നാളിൽ 120 പേർ ആരംഭിച്ച ഊഴിയം. This is the ministry which was started on the day of the Pentecost with 120 people. പെന്തക്കോസ്ത് നാളിൽ 120 പേരെ കൊണ്ട് ആരംഭിച്ചൊരു വേലയാണ്. അപ്പോഴേ 3000 ജനങ്ങൾ ചേർക്കപ്പെട്ടാர்கள். On the very same day, 3,000 people were added to the church. അന്ന് തന്നെ 3000 പേർ ഇതിനോട് ചേരുവാനിടയായി. അതിലും ദൈവനുക്ക് ഒരു നോക്കമിരുന്നത്. God had a purpose concerning even that. അതിൽ ദൈവത്തിന് ഒരു ഉദ്ദേശ്യമുണ്ടായിരുന്നു. മോശയ്ക്ക് ദേവൻ പ്രമാണം കൊടുക്കുമ്പോൾ When God gave commandment unto Moses, മോശയ്ക്ക് ദൈവം കൽപ്പന നൽകിയപ്പോൾ அந்த പ്രമാണത്തെ ഇസ്രായേൽ ജനങ്ങൾ മീറിവിട്ടാர்கள். the children of Israel transgressed the ആ commandment. പ്രമാണത്തെ ഇസ്രായേൽ മക്കൾ ലംഘിച്ചു. அன்றைக்கு லேவியின் மூலமாக 3000 ஜனங்கள் கொல்லப்பட்டார்கள். On that day, through Levites, 3,000 people were killed. അന്ന് ലേവ്യർ മുഖാന്തരം 3000 പേർ കൊല്ലപ്പെട്ടു. பெந்தக்கோஸ்து நாளில் ஜீவனுடைய ஆவியின் பிரமாணத்தை இலவசமாய் நமக்கு தந்தார். But on the day of the Pentecost, the Lord has given us the law of spirit. പെന്തക്കോസ്ത് നാളിൽ ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം നമുക്ക് നൽകപ്പെട്ടു. அந்த பிரமாணம் கொடுக்கப்பட்ட நாளில் 3000 பேர் உயிர்ப்பிக்கப்பட்டார்கள். When the spirit of law and life was given, 3,000 people were quickened. ആ പ്രമാണം നൽകപ്പെട്ട നാളിൽ 3000 പേർ ഉയർപ്പിക്കപ്പെട്ടു. அது முதல் கொண்டு சபைக்குள்ளே ஜனங்களை கர்த்தர் சேர்த்து கொண்டு வருகிறார். Right from that time onwards, the Lord has been adding people to his church. അന്ന് മുതൽ സഭയിലേക്ക് ജനത്തെ ദൈവം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ இந்த ஊழியம் புதிதாയി ஆரம்பித்த കാലം മുതൽ, And right from the time we have started this ministry as a new one, നാമും ഈ വേല ആദ്യമായി ആരംഭിച്ച സമയത്ത് தேவன் நம்மை ஆசீர்வதித்தும் நம்மை பெருக பண்ணும்படி செய்து கொண்டு வருகிறார். the Lord has been causing us to multiply and increase. അന്ന് മുതൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരുവല്ലാടെ ചുറ്റുപക്കങ്ങളിൽ ഞാൻ 16 വർഷം ഊഴിയം ചെയ്തിരിக்கிறேன். I have worked in and around this Tiruvalla for 16 years. ഈ തിരുവല്ലായിലും പരിസരങ്ങളിലുമായിട്ട് ഞാൻ 16 വർഷക്കാലം കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തു. அந்த நாட்களில் நாங்கள் அதிக கஷ்டங்கள் சகிக்க வேண்டியிருந்தது. During those days, we had to suffer a lot. അക്കാലത്ത് ഞങ്ങൾ അനേകം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. எங்களுக்கு வாகனம் இல்லாமல் നടന്ന് മാത്രം ഊഴിയം ചെയ്യ വേണ്ടിയിരുന്നത്. During those days, we did not have any vehicle, but we had to go by foot and do the ministry. വാഹനങ്ങളൊന്നുമില്ലാതെ നടന്ന് വേല ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. நாங்கள் வீடில்லாமல் பலயிடங்களில் வீடு மாறி மாறி எடுத்தோம். Because we don't have proper houses, we go from one house to another house. സ്വന്തമായി ഭവനമില്ലായികയാൽ അവിടങ്ങളിലായി പല വിശ്വാസ വീടുകളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നു. கடைசியில் எங்களுக்கு பெர்மனன்டாய் வீடுகள் வாடகைக்கு கிடைக்காமல் வந்தது. Finally, there came a stage where we will not get any rented houses permanently. ഒടുവിലായി വാടക വീടുകളൊന്നും കിട്ടാതെ വന്നൊരു കാലമുണ്ടായി. அப்படி வந்த வேளையில் ചിലതെല്ലാം കെട്ടി ഉണ്ടാക്ക വേണ്ടി വന്നത്. Then we have to build a house of our own. അങ്ങനെ വന്ന സന്ദർഭത്തിൽ ചിലതൊക്കെ പണിയേണ്ടതായി വന്നു. ഇതെല്ലാം ഞങ്ങൾ മനഃപൂർവമായോ പെരിയൊരാവുകൾക്കോ ചെയ്തതല്ല. We are not doing all these things to make ourselves big, or we are doing it willfully. ഇവയൊന്നും ഞങ്ങളെ വലിയവരാക്കി കാണിക്കുന്നതിനോ മറ്റൊന്നിനുമായി ചെയ്തിട്ടുള്ളവയല്ല. എങ്ങളുടെ ജനങ്ങൾക്ക് വസതിയെ ഉണ്ടാക്കി കൊടുക്ക വേണ്ടു എന്നത് ആണ്ടവരുടെ സിദ്ധமாக ഇരുന്നത്. It is the will of God that will have to make all these facilities for our own people. ഞങ്ങളുടെ ജനത്തിന് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ പണം ചേർത്ത് വെച്ച് ചെയ്ത കാര്യമല്ല. We are not doing all these things because we gather enough money. പണം സമ്പാദിച്ചു വെച്ചുകൊണ്ട് ചെയ്ത പ്രവൃത്തികളല്ല ഇതൊന്നും. എല്ലാം അന്തந்த വേളയിൽ ദേവൻ ആശ്ചര്യമായ നിറവിൽ ഞങ്ങൾക്ക് തന്നാർ. Right at the appropriate time, the Lord has supplied all our needs. അതാത് സമയങ്ങളിൽ അത്ഭുതകരമായ വിധത്തിൽ ദൈവം നൽകിയവയാണ് ഇതൊക്കെ. ഞങ്ങൾക്കാக ഇതെല്ലാം ചെയ്തു വെക്കവില്ലേ. So we did not do any of these things or building for our own. ഞങ്ങൾക്കായിട്ട് ഇവ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അന്തந்த വേളയിൽ
മാറ്റം കൊടുക്കുമ്പോൾ അന്തം എടുത്ത് പോയി വിടുവോ? When we are given transfers, immediately we will obey and get transferred from that place. ഞങ്ങൾക്ക് സ്ഥലമാറ്റങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ഉടനെ അതാത് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുകയാണ്. നാങ്ങൾ ഇതെല്ലാം ചെയ്തത് ഞങ്ങളുടെ പിള്ളകൾക്കാக, ഞങ്ങളുടെ ജനങ്ങൾക്കാக, ഞങ്ങളുടെ സഭയ്ക്കാக മാത്രമേ. Whatever we do, it is for our children, our church and our people. ഇവയെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ സഭയ്ക്കായി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ இந்த സഭയ്ക്ക് നടത്തിപ്പുകാരായും തകപ്പന്മാരെ പോലെയും തായ്മാരെ പോലെയും ഇരിക്കണം. We are the leaders of the church and we are like father or mother to you all. ഞങ്ങൾ ഈ സഭയ്ക്ക് പിതാക്കന്മാരെ പോലെ മാതാക്കളെ പോലെ ഇരിക്കുകയാണ്. ഞങ്ങൾ இந்த ജനத்துக்காக പലമുறை പട്ടിണിയും കഷ്ടവും സഹിത്തോ. And we have suffered even hunger and thirst many a time for these people. പല സന്ദർഭങ്ങളിൽ സഭയ്ക്ക് വേണ്ടി കഷ്ടവും പട്ടിണിയും ദാഹവും ഒക്കെയും സഹിച്ചിട്ടുണ്ട്. ഇന്നും സഹിപ്പதற்காக ഞങ്ങൾ എങ്ങനെ പ്രതിജ്ഞ பண்ணி வைத்திருக்கிறோம். Even now we have dedicated ourselves to suffer much for them. ഇനിയും സഹിക്കേണ്ടതിനായി ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. കൊരിന്ത്യർ 2:12 അധ്യായത്തിൽ വാസിക്കുന്നത് പോലെ, as we read in 2 Corinthians chapter 12, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 12 അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, പിള്ളകൾ പെற்றോർക്കാകല്ല, പെற்றോർ പിള്ളകൾക്കാக ചേർത്ത് വെക്കണം. not the children for the parents, but the parents gather for the children. മക്കൾ അമ്മയപ്പന്മാർക്ക് വേണ്ടിയല്ല, അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടിയല്ലയോ സമ്പാദിക്കുന്നത്. എങ്ങനെ ഊഴിക്കാർ പലരും ശരീരം വിട്ട് നിത്യമഹിമയിൽ പോയി ചേർന്നാர்கள். Many of the servants of God, they have departed this body and gone to be with the Lord. ഞങ്ങളുടെ വേലക്കാരിൽ പലരും തങ്ങളുടെ ശരീരം വിട്ട കർത്താവിനോട് ചെന്ന് ചേർന്നു. അവരിൽ പലരും തങ്ങൾക്കുണ്ടായിരുന്ന നല്ല സൂര്യനെ വിട്ടിറങ്ങി വന്ന് പാടുപെട്ടാர்கள். Many of them, they have left their own good state, but they stepped out and suffered a lot. അവരിൽ പലരും തങ്ങൾക്ക് ലോകത്തിലുണ്ടായിരുന്ന നല്ല നിലകളെയൊക്കെയും വിട്ട് താണിറങ്ങി വന്ന കർത്താവിന്റെ സേവ ചെയ്തവരാണ്. ഇതെല്ലാം കെട്ടിക്കൊടുത്തവരുടെ ശരീരത്തെ വിട്ട് നിത്യമഹിമയിൽ പ്രവേശിത്താர்கள். And even those people who have built this building, they have departed from this body and entered into eternal rest. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ പണിയിച്ചവർ പോലും തങ്ങളുടെ ശരീരം വിട്ട നിത്യ തേജസ്സിൽ ചെന്നു ചേർന്നു. ഞങ്ങളും കർത്തർ അയക്കുമ്പോൾ പോവதற்காக ആയത്തമായിരിക്കണം. We are also ready to go when our Lord shall call us. ഞങ്ങളും കർത്താവ് വിളിക്കുന്ന സന്ദർഭത്തിൽ പോകുവാൻ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ പോകുമ്പോൾ ഇതിൽ ഏതാവതൊരു ഒരു കാര്യം എടുത്തുകൊണ്ട് പോക മാട്ടോം. When we go, we will not take even a little part of this. ഞങ്ങൾ പോകുമ്പോൾ ഇതിൽ നിന്ന് ഒന്നും കൊണ്ടുപോവുകയില്ല. ഞങ്ങൾ കർത്തർക്കാகவும் ഞങ്ങളുടെ ജനത്തിക്കാகவும் ഇതെല്ലാം ചെയ്തു വയ്ക്കണം. We have been doing all these things for the sake of the Lord and for our people. ദൈവത്തിന് വേണ്ടിയും ജനത്തിന് വേണ്ടിയും ഇതൊക്കെയും ഞങ്ങൾ ചെയ്യുകയാണ്. കർത്തർ വിളിക്കറായ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവற்றைയും വെറുത്ത് വിട്ട് ഞങ്ങൾ വന്നു. We, the servants of God, when we stepped out to serve the Lord, we have hated and forsaken all what we had. കർത്താവിന്റെ ശുശ്രൂഷക്കാരായി ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നതൊക്കെയും വെറുത്ത ഉപേക്ഷിച്ച ഈ ശുശ്രൂഷയ്ക്കായി പുറപ്പെട്ടു വന്നു. തകപ്പൻ കൊടുത്തത് വിറ്റ് കൊടുത്തിട്ട് ഇത് വിളിത്തേക്ക് വന്നു. Even what our fathers gave, we have sold it and gave for this ministry, and we are doing this ministry. പിതാക്കന്മാർ നൽകിയത് വിറ്റുകൊടുത്ത് ഈ ശുശ്രൂഷയ്ക്കായി വന്നു. അതിൻ ഫലമാകെ ദേവൻ ഞങ്ങളെ എല്ലാ നിലയിലും ആശ്രയിച്ചാർ. Because of this, the Lord has blessed us in all respects. തൽഫലമായി എല്ലാ നിലയിലും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. നമ്മുടെ ജപജീവിതത്തെ നാം இந்த നിലയിൽ വെക്കാமல் പുതുപ്പിക്കണം. We will have to renew our prayer life, but we should not be satisfied with the present state. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഈ അവസ്ഥയിൽ മാത്രം വെക്കാതെ ഇതിനെ നാം പുതുക്കണം. ഞാൻ 2 നാൾ രാത്രിയിൽ ഇറങ്ങി ജനത്തെ പാർത്തേ. For the past 2 nights, I used to visit these places in the midnight. കഴിഞ്ഞ 2 രാത്രിയിലും ഞാൻ ഇറങ്ങി നടന്ന് എല്ലാവരെയും നോക്കി. കുറിക്കപ്പെട്ട ഒരു കാത്തിരിപ്പൂട്ടം മുടിந்த പിற்பாട്, after the appointed tarrying meeting was over, കുറിക്കപ്പെട്ടതായ ആ കാത്തിരിപ്പ് യോഗം കഴിഞ്ഞാൽ പിന്നെ അന്തം എടുത്ത് എല്ലാവരും പോയി പഠിக்கிறார்கள். all people, they go and sleep well. അതാത് സ്ഥലങ്ങളിൽ പോയി എല്ലാവരും കിടക്കുകയാണ്. അതിൽ ഒരു ജപശബ്ദം കേൾപ്പതற்കില്ല. There is no sound of prayer in their midst. അവിടെ ഒരു പ്രാർത്ഥനാ ശബ്ദം കേൾക്കുവാനില്ല. നിങ്ങൾ കടവിക്ക് മാത്രം ജപിത്തതിൽ തൃപ്തിപ്പെടக்கூடாது. You should not be satisfied with praying just for duty's sake. കടമയ്ക്കായി മാത്രം പ്രാർത്ഥിച്ച് അതിൽ നിങ്ങൾ തൃപ്തിപ്പെടരുത്. ഇടവിടാமல் ജപിക്കണമെന്നാണ് സഭയ്ക്കുള്ള പ്രമാണം. The law given to the church is that we must pray without ceasing. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നതാണ്
എന്നതാണ് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രമാണം. സകല മനുഷ്യർക്ക് വേണ്ടി ജപിക്കണമെന്ന് താൻ ഊഴിക്കാർക്കുള്ള പ്രമാണം. The commandment for the servants of God is that they must pray for all men. സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ശുശ്രൂഷക്കാർക്കുള്ള പ്രമാണം. ജപത്തിനകത്താൻ കർത്തർ അപ്പോസ്തലരെ പിരിച്ചെടുത്താർ. The Lord has separated apostles for prayer only. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് അപ്പോസ്തലന്മാരെയും വേർതിരിച്ചത്. ആദ്യ അപ്പോസ്തലർ சொன்ன വാർത്ത എന്നവെന്നാൽ, What are all the words of the early apostles? ആദ്യ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകൾ എന്തെന്നാൽ, ഞങ്ങൾ ജപത്തിലും ദേവവചനത്തെ ബോധിച്ചതിലും ഉറുതിയായി കരുത്തിപ്പോ They will continue steadfast in prayers and in the word of God. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഞങ്ങളുടെ ഊഴിക്കാരുടെ ഊഴിയം അതുതാൻ. This is the ministry of our servants of God. ഞങ്ങളുടെ വേലക്കാരുടെ ശുശ്രൂഷ അതത്രേ. ഊഴിയர்கள் എപ്പോഴും ജപത്തിലും വേദവചനത്തെ ബോധിക്കലും തരിത്തിരിപ്പാറ്. The servants of God, they should always abide in prayer and in preaching the word of God. ശുശ്രൂഷക്കാർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. എങ്ങൾക്ക് വേദവചനത്തെ പഠിപ്പതற்கும் ജപത്തിനും മാത്രം സമയമുണ്ട്. And we have time only to read the word of God and for prayer. തിരുവചനം പഠിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും മാത്രമാണ് ഞങ്ങൾക്ക് സമയമുള്ളത്. മറ്റൊരു വേല ചെയ്യുവதற்கு ഞങ്ങൾക്ക് സമയം കിടக்கிறതേ. We don't have time at all to do any other work. മറ്റൊരു വേലയ്ക്കുള്ളതായ സമയം ലഭിക്കുന്നില്ല. അതിനാൽ നിങ്ങളെല്ലാവരും ജപത്തിൽ ഉறுதிയായിരിக்க வேண்டும் என்பது സഭയ്ക്ക് ഞങ്ങൾ ധൈര്യമായി சொல்றோம். Therefore, boldly we tell the church that you must all continue steadfast in prayer. ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാകണമെന്ന് സഭയോട് ഞങ്ങൾ ധൈര്യമായി പ്രബോധിപ്പിക്കുകയാണ്. കൺവെൻഷന്റെ പ്രസംഗവും കാത്തിരിപ്പും മുടിந்த പിற்பாடு, After the preaching and the carrying meeting of the convention is over, കൺവെൻഷനിലെ പ്രസംഗവും കാത്തിരിപ്പിയോഗവും എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ പടുത്തുകൊള്ളും പോது, when you go to bed, നിങ്ങൾ കിടക്കുമ്പോൾ അതിൻ മധ്യയിൽ 2 പേർ 4 പേർ 3 പേർ എഴുந்திരുന്ന് കൂട്ടമായി ജപിക്കണം. so from among you 2 or 3 or 4 people must get up and pray. അതിന് നടുവിൽ 2 പേർ 3 പേർ 4 പേർ അങ്ങനെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ഒരുപോലെ ജപിക്കാവിട്ടാലും, Though all need not pray all the time, എല്ലാവരും ഒന്നുപോലെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും എല്ലാവരും ഒരുപോലെ പടുത്ത് തൂങ്ങക്കൂടാതെ. but all of you should not go to sleep at the same time. എല്ലാവരും ഒന്നുപോലെ കിടന്നുറങ്ങരുത്. அப்படி செய்தால் நிச்சயமாயும் பிசாசு கிரியை செய்யும். If you do like that, surely the devil will work. അങ്ങനെ ചെയ്താൽ പിശാച് നിശ്ചയമായും പ്രവർത്തിക്കും. நாம் ജപത്തിൽ എപ്പോഴും ധരിത്തിരിക്കണം. We must always abide in prayer. നാം എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. நான் என்னுடைய ஆரம்ப வேளையில் இந்த சிலோன் பெந்தெகோஸ்து மிஷனுடைய கூட்டத்தை காண்பதற்காக ஒരിடத்து போனோம். One day we went to see the Ceylon Pentecostal meeting at a particular place. ഞാൻ ആരംഭ സമയത്ത് ഈ ശിലോൺ പെന്തക്കോസ്ത് മിഷന്റെ വേല കാണുവാനായി ഒരു സ്ഥലത്ത് പോയി. ஏனென்றால் நான் இந்தியா பெந்தெகோஸ்தில் ஒரு விசுவாசியாயிருந்தே. Because at that time I was a believer in Indian Pentecost. എന്തുകൊണ്ടെന്നാൽ ഞാൻ അന്ന് IPCയിലെ ഒരു വിശ്വാസിയായിരുന്നു. நான் இந்த சபைக்கு செல்லும் போது, When I went to this church, ഈ സഭയിലേക്ക് ഞാൻ ചെന്നപ്പോൾ என்னுடைய இருதயம் இழுக்கப்பட்டது. my heart was drawn. എന്റെ ഹൃദയം ആകൃഷ്ടമായി. அன்றைக்கு நான் பார்த்தது ஜபந்தான். That day I was able to see only prayer. അന്ന് ഞാൻ കണ്ടത് പ്രാർത്ഥനയാണ്. കൺവെൻഷൻ പന്തലിൽ കൊഞ്ചം നേരം താൻ പ്രസംഗം നടന്നത്. There was preaching only for some time in the convention കൺവെൻഷൻ pandal. പന്തലിൽ അല്പനേരമേ പ്രസംഗം ഉണ്ടായിരുന്നുള്ളൂ. അംഗീകരിക്കും വിശ്വാസ വീടുകളിൽ ചെല്ലും പോലെ, But when people went to the faith home where they stayed, പാർത്തിരുന്ന വിശ്വാസ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട്ടിന്റെ അറയിൽ 2-3 വകുപ്പ് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. in the rooms 2 or 3 groups are praying. വീട്ടിന്റെ മുറിയിൽ 2-3 കൂട്ടർ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പന്തലിൽ ചിലർ കൂട്ടമായി ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. And even in the pandal there are groups which are praying. പന്തലിൽ ചിലർ കൂട്ടമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രാമരത്തിന് കീഴിൽ ചിലർ ചേർന്ന് ജപിക്കുകയാണ്. And in another shade of a jackfruit tree, some people gather together and they pray there. ഒരു പ്ലാവിന്റെ ചുവട്ടിൽ കുറെ പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാപ്പിത്തോട്ടത്തിൽ ചിലർ കൂട്ടമായി ജപിക്കുകയാണ്. And there is another place which is a coffee plantation. Another group is praying there. ഒരു കാപ്പിത്തോട്ടത്തിൽ കുറെ പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ജപം താൻ ഞാൻ കണ്ടത്. What I was able to see in that place is only prayer. അന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് പ്രാർത്ഥനയാണ്. അതിനാൽ താൻ ഞാൻ മറുപടിയും இந்த ഐക്യത്തോട് ചേർന്ന് വന്നേ. That is the reason why I joined with this fellowship. ആയതുകൊണ്ടാണ് ഞാൻ ഈ കൂട്ടായ്മയോട് ചേരുവാനിടയായത്. ഇതിനുള്ളിൽ വന്ന പിற்பாடு, After coming into this, ഇതിനുള്ളിൽ വന്ന ശേഷം ഇതിലെ പാസ്റ്റർമാരെ ഊഴിക്കാരെന്നും കണ്ടേ. I have seen pastors and servants of God. ഇതിലുള്ള പാസ്റ്റർമാരെ, കർത്താവിന്റെ ശുശ്രൂഷക്കാരെ പലരെയും കണ്ടു. നടത്തിപ്പാരെല്ലാം എപ്പോ பார்த்தாலும் മുഴങ്കാൽ വീഴ്ത്തി ജപിக்கிறார்கள். I always notice the leaders standing on their knees and praying. എപ്പോൾ നോക്കിയാലും നടത്തിപ്പുകാർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാനാവും. കാലിൽ പ്രാർത്ഥിച്ച തഴമ്പുകൾ ഇരിക്കുന്നത്. And there are even scars on their legs and their knees
because they always pray. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ തഴമ്പുകൾ അവരുടെ കാലിൽ കാണാമായിരുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധരെ കണ്ട വേളയിൽ When I saw saints of that sort, അങ്ങനെയുള്ള വിശുദ്ധന്മാരെ കണ്ട മാത്രയിൽ ഇതാണ് സഭയിൽ ഞാൻ വിളങ്ങിക്കൊണ്ട് I understood that this is the real church. ഇതുതന്നെയാണ് സത്യസഭയെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ ഇതിനോട് ഐക്യപ്പെട്ടേ. Then I joined with this. ഞാൻ ഇതിനോട് യോജിച്ചു. ഇതുവരെയും ദേവൻ അർപ്പണമായി വഴി നടത്തിന. Thus far wonderfully the Lord has been leading me. ഇരുവരെയും ദൈവം അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം നമ്മുടെ ജപജീവിതത്തെ പുതുപ്പിക്കാവിട്ടാൽ, Unless we renew our prayer life, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നാം പുതുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐക്യം നഷ്ടമായി പോയിവിടും. we will lose the fellowship in our life. നമ്മുടെ ജീവിതത്തിലെ ഐക്യത നഷ്ടമായി തീരും. ഐക്യം കുറഞ്ഞു പോകുമ്പോൾ അൻപ് നഷ്ടമായി പോയിവിടും. When we lose the fellowship or the unity, then we will decrease in love. ഐക്യത കുറയുമ്പോഴോ സ്നേഹം നഷ്ടമാകും. നാം എല്ലാം ദേവാൻപിരാൽ നിറമിത്താൻ ഇങ്ങടുത്ത് വന്നിരിക്കണോ. We all have been filled with the love of God. That is the reason why we have gathered in this place. നാം എല്ലാവരും ദൈവസ്നേഹത്താൽ നിറഞ്ഞാണല്ലോ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. എല്ലാവരും ദേവാൻപിരാൽ നിറപ്പപ്പെട്ട മനുഷ്യരായി കാണപ്പെട വേണ്ടും. We must all be the people who are filled with the love of God. നാം എല്ലാവരും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട മനുഷ്യരായിരിക്കണം. നമുക്ക് പരിശുദ്ധാവിയെ തന്നതിന് നോക്കം എങ്ങ. What is the purpose for which the Lord has given us the anointing of the Holy നമുക്ക് Spirit? പരിശുദ്ധാത്മാവിനെ തന്നതിന്റെ ഉദ്ദേശ്യം എന്താ? റോമർ 5:5 വാസിത്താൽ We will read Romans chapter 5 verse 5. റോമർ 5:5 വായിക്കുമ്പോൾ നമുക്ക് അരുളപ്പെട്ട പരിശുദ്ധാവിനാൽ ദേവ അൻപ് നമ്മുടെ ഉള്ളത്തിൽ ഊറ്റപ്പെട്ടപടിയാൽ അന്ത നമ്പിക്ക നമ്മെ വെക്കപ്പെടുത്തതില്ലേ. The love of God is shed abroad in our hearts by the anointing of the Holy Ghost that is given unto us, and that hope shall not make us ashamed. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കൊണ്ട് ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. പരിശുദ്ധാവിന് അഭിഷേകം എന്ന് சொன்னால் ദേവന്റെ അൻപ് നമ്മുടെ ഉള്ളത്തിൽ ഊറ്റപ്പെട്ട കാര്യം എന്താ? When we say the anointing of the Holy Spirit, it is the love of God that is being put upon in our hearts. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെട്ട അനുഭവമാണ്. അതിനകത്താൻ മാംസമാണ് യാവറുമേലും ആവിയെ ഊറ്റുവരും ദേവൻ കട്ടളയിട്ട. That is the reason why the Lord has promised, saying, I will pour out my spirit upon all flesh. ആയതുകൊണ്ടാണ് സകലജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും എന്ന് ദൈവം കൽപ്പിച്ചത്. പരിശുദ്ധാവിനാൽ നിറപ്പപ്പെട്ട ജനം, All the people are filled with the anointing of the Holy Spirit. ആത്മാവിനാൽ നിറയപ്പെട്ടവരായ ജനം അവിടെ ഉള്ളത്തിൽ ദേവൻ പരിശുദ്ധാവിയാറ് മൂലമായിരുന്നു പരിധി പേசுற. And God is dwelling in the heart and He is interceding for them through the Holy Spirit. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം പക്ഷവാദം ചെയ്യുന്നൊരു അനുഭവമാണുള്ളത്. റോമർ 8:26 വാസിത്താൽ, If we read Romans chapter 8 verse 26, റോമർ 8:26 വായിക്കുമ്പോൾ ഉണ്ടാവതായി. glory be to God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആവിയാരോ നമുക്കുള്ളേ പരിധി പേசுற. The Spirit of God is interceding for us. ആത്മാവ് ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. മറ്റവർക്ക് ചൊല്ലി വിളക്കപ്പെട മുടിയാത്ത നിലവിലുള്ളൊരു ഭാഷയെ ദേവൻ നമുക്ക് തരുகிறார். The Lord is giving us a language which we cannot make others to understand. മറ്റുള്ളവർക്ക് വിവരിച്ച് മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു ഭാഷ നമുക്ക് തരുന്നു. ദേവൻ ആവിയാനവരായി നമുക്കുള്ളേ വന്നിരുന്ന് നമുക്കുള്ളേ ഇരുന്ന് ദേവനോട് വേണ്ടുதல் செய்கிறார். God as a Spirit is coming into us and He remains within us and He is making intercessions for us with ദൈവം God. ആത്മാവായി നമ്മുടെ ഉള്ളിൽ വന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷവാദം ചെയ്യുന്നു. ദേവൻ നമുക്കുള്ളേ വാസമായിരിപ്പത് ഒരു ചിന്ന വിഷയമല്ല. God dwelling in us is not a small thing. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്നതൊരു ചെറിയ കാര്യമല്ല. എനിക്കുള്ളേ ദേവൻ വാസമായി ഇരുന്നാൽ, If God is dwelling in me, എന്നിൽ ദൈവം വസിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ സഹോദരനെ പകയ്ക്ക മുടിയുമാ? then can I hate my brother? എന്റെ സഹോദരനെ പകയ്ക്കുവാൻ എനിക്ക് കഴിയുമോ? നിങ്ങൾക്കുള്ളേ പരിശുദ്ധാവിയാനോ വാസമായി ഇരുന്നാൽ, If the Holy Spirit is dwelling in you, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് അധിവാസം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്നെ പകയ്ക്ക മുടിയുമാ? can you hate me? നിങ്ങൾക്ക് എന്നെ പകയ്ക്കുവാൻ കഴിയുമോ? ദേവ ആവിയാനോ നമുക്കുള്ളേ ഇരുപ്പതിനാൽ, Because the Holy Spirit is within us, ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ദേവ അൻപ് നമ്മുടെ ഉള്ളത്തിൽ കാണപ്പെടുகிறது. the love of God is found in us. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ കാണപ്പെടുന്നു. 13 വാസിത്താൽ, If we read 1 Corinthians chapter 13, എന്തൊക്കെ 1 ലേഖനം 13 അധ്യായത്തിൽ വായിച്ചാൽ അൻപെ പറ്റി തെളിവായി ചൊല്ലപ്പെട്ടിരിക്കുന്നത്. there it is mentioned about the love. സ്നേഹത്തെക്കുറിച്ചൊരു വിവരണം അവിടെ കാണാം. അൻപ് ഒരുപോതും തற்பുറത്തെ നാടാതെ. The love will not seek things of its own. സ്നേഹം ഒരിക്കലും സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അൻപ് എപ്പോഴും എല്ലാം സഹിക്കக்கூடிയത്. Love is the one which can endure everything. സ്നേഹം എല്ലാം പൊറുക്കുന്നതും
സഹിക്കുന്നതുമാണ്. അൻപ് ഒരുപോലും ഒഴിഞ്ഞു പോകാതെ. Love shall never fail. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. ദേവൻ അൻപാകவே இருக்கிறார். God is love. ദൈവം സ്നേഹം തന്നെ. அந்த தேவன் நமக்குள்ளே வாசமாய் இருந்தால், If that God is dwelling in us, ആ സ്നേഹം ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ சகோதரி நாம் பகைக்க முடியுமா? can you hate our brother? നമ്മുടെ സഹോദരനെ പകയ്ക്കുവാൻ കഴിയുമോ? எல்லாம் தேவான்பினால் நிரப்பப்பட்ட மனுஷர். We are all the people who are filled with the love of God. എല്ലാവരും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട മനുഷ്യരത്രേ. பரிசுத்தாவினால் நிரப்பப்பட்ட மனுஷர். We are all the people who are filled with the Spirit of God. എല്ലാവരും ഒരു ശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മനുഷ്യരത്രേ. நமக்குள்ளே அன்பாகிய தேவன் வாசம் பண்ணுகிறார். Yes, God who is love is dwelling in us. സ്നേഹമായ ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. அப்படி இருக்கிறார் என்பதே உங்களுக்கு தைரியம் உண்டா? Do you have that confidence that God is in you? എനിക്ക് ആ അനുഭവം ഉണ്ടെന്നുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? தேவன் என்னை அபிஷேகித்தார். Yes, the Lord has anointed ദൈവം me. എന്നെ അഭിഷേകം ചെയ്തു. அன்பின் தேவன் எனக்குள்ளே வாசமாயிருக்கிறார். God of love is dwelling in me. സ്നേഹവാനായ ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നു. தேவன் அன்பாயிருக்கிறார். Yes, God is ദൈവം love. സ്നേഹം തന്നെയാണ്. அப்படிப்பட்ட அனுபவம் இருந்தால் அவர் மாத்திரம் கையெழுத்து அன்னையிலே If you சொல்லுங்க. have such an experience, lift up your hand and say hallelujah. கர்த்தருக்கு ஸ்தோத்திரம். Praise be to God. ദൈവത്തിന് സ്തോത്രം. கடைசி நாட்களில் மாம்சமான யாவர் மேலும் ஆவியை ஊற்றுவேன் தேவன் சொன்னது நோக்கம் என்ன? What is the purpose of which the Lord has said during last days, I will pour out my spirit upon all flesh? എന്റെ കാലത്ത് സകല ജലത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം എന്താ? தேவன் அன்பாயிருக்கிறது போல As God is love, ദൈവം സ്നേഹമായിരിക്കുന്നത് പോലെ நம்மையும் கூட அன்புள்ளவராகி மாற்றும்படி தேவன் அப்படி செய்தார். God has done these things so that He might change us like love. നമ്മെയും സ്നേഹമാക്കി തീർക്കുവാൻ ദൈവം അങ്ങനെ ചെയ്തു. அதனால் தான் பரிசுத்த யோவான் சொல்றார், That is the reason why Saint John says, ആയതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, சகோதரனை பகைக்கிறவன் மனுஷ கொல்லபாதகன். he that hated the brother is a murderer. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. அருமையான சகோதரர்களே சகோதரிகளே, My dear brothers and sisters, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, நீங்கள் யாராவது ஒராளை பகைக்கிறீர்களா? do you hate another person? നിങ്ങൾ ആരെങ്കിലും മറ്റാരെയെങ്കിലും പകയ്ക്കുന്നുവോ? நீங்கள் யாராவது மற்றவரை வெறுக்கிறீர்களா? Do you hate another one? നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരെ വെറുക്കുന്നവരാണോ? அப்படியானால் உங்களுக்குள்ளே தேவன் அன்பாய் வாசம் செய்ய முடியுமா? If that is so, can God dwell in you as love? അങ്ങനെയെങ്കിൽ ദൈവം സ്നേഹമായി നിങ്ങളുടെ ഉള്ളിൽ വസിപ്പാൻ സാധിക്കുമോ? தேவன் அன்பாயிருக்கிறார். God is love. ദൈവം സ്നേഹം തന്നെ. அந்த அன்பு நம்மள உள்ளத்தில் ஊற்றி தந்தார். And He has poured out that love into our ആ heart. സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് അവൻ പകർന്നു തന്നു. அந்த அன்பினால் நிரப்பப்படும் போது When we are filled with that ആ love, സ്നേഹത്താൽ നാം നിറയപ്പെടുമ്പോൾ எல்லாரையும் நேசிக்க முடியும். we are able to love everyone. എല്ലാവരെയും സ്നേഹിപ്പാൻ കഴിയും. எல்லா பொறுமையோடு சகிக்க We முடியும். are able to endure everything with patience. എല്ലാം ക്ഷമയോടെ സഹിപ്പാൻ കഴിയും. எல்லாம் தேவநாமத்தின் மகிமையாய் சகிக்க முடியும். We can endure everything for the glory of the name of the Lord. ദൈവനാമത്തിന് മഹത്വത്തിനായി സകലവും സഹിപ്പാൻ കഴിയും. நாங்கள் பலமுறை பட்டினி இருந்து கூட செய்திருக்கிறோம். There were times we have to go without food and do this ministry. പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ പട്ടിണി ഇരുന്ന് വേല ചെയ്തിട്ടുണ്ട്. எனக்கு ஒரு முறை 14 நாள் ஆகாரம் கிடைக்கல. At one time, I did not get any food for 14 days. ഒരിക്കൽ തുടർച്ചയായി 14 ദിവസം ആഹാരം കിട്ടാതെയിരുന്നു. ஆனாலும் தேவன் என்னை பலப்படுத்தினார். But nevertheless, the Lord strengthened me. എങ്കിലും ദൈവം എന്നെ ശക്തീകരിച്ചു. எங்களோட விசுவாசம் விட்டு மயங்கி கிடந்த சந்தர்ப்பம் உண்டு. There were times when the servants of God, they fainted because they did not get food. ഞങ്ങളുടെ വിശ്വാസഭവനത്തിൽ പലരും മയങ്ങിക്കിടന്ന സന്ദർഭങ്ങളുണ്ട്. ஏனென்றால் சாப்பாடு இல்லாமல் நாங்கள் பலமுறை இருந்தோம். Because we had to starve without food for many days. ഭക്ഷണമില്ലാതെ പല സന്ദർഭങ്ങളിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ஒரு காலத்தை புத்தங்காவில் விசுவாசம் விட்டு வைத்திருந்தோம். At one time, we had a faith home at Puttankavu. ഒരു കാലത്ത് പുത്തൻകാവിൽ നമ്മുടെ വിശ്വാസഭവനമായിരുന്നു. அங்கே நாங்கள் நிறைய பட்டினி இருக்க வேண்டி இருந்தது. There we have to suffer a lot by starving. അവിടെ വളരെ പട്ടിണിയുണ്ട്. ചെങ്ങന്നൂരിൽ പലപ്പോഴും പട്ടിണി അനുഭവിച്ചോം. And even at Chenkanur, we have the same experience. ചെങ്ങന്നൂരിലും പല സന്ദർഭങ്ങളിൽ പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. எங்களுக்கு மாத்திரமல்ல, It is not only for us. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ஆதி அப்போஸ்தலர் அப்படி இருந்தார்கள். Even the early apostles were like that. ആദ്യ അപ്പോസ്തലന്മാർ അങ്ങനെയായിരുന്നു. முதலாம் ஒரு தாகத்தோடும் நிர்வாணத்தோடும் குற்றுநூறாயும் தங்க இடமில்லாத்தராயிருக்கிறோம். Until this time, we were with hunger, thirst, and not having proper clothes to put on, and no problem. Till that time when he writes this epistle to Corinthians. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്ന നാൾ വരെ அப்போஸ்தலனாയ பவுல் பசியோடும் தாகத்தோடு ஊழியம் செய்தார்.
Apostle Paul was ministering with hunger and thirst. അപ്പോസ്തലനായ പൗലോസ് പട്ടിണിയോടും ദാഹത്തോടും വേല ചെയ്തു. അവർക്ക് തങ്ങുവதற்கு இடமில்லை. There was no places for them to stay. അവർക്ക് പാർക്കുവാൻ വീടുകളില്ല. அப்படிப்பட்ட நிலைமையில் தான் நாங்கள் இந்த ஊழியம் ஆரம்பித்து செய்து வருகிறோம். This is how we have also started this ministry and we are carrying on this അങ്ങനെയത്രേ ministry. ഞങ്ങളും ഈ വേല ആരംഭിച്ച് നിർവഹിച്ചു വരുന്നത്. ഇപ്പോൾ 1996 വർഷത്തിൽ വന്നിരിக்கிறோം. Now we are in the year 1996. ഇപ്പോൾ 1996 വർഷത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. 96 4 2000 നമുക്ക് தெரியும். We know that if we add 4 more, it will become 2000. 2000 ആകുന്നതിന് 4 വർഷമാണുള്ളത് നമുക്കറിയാം. അതിനാൽ കർത്തർ വരികയോട് നാം അധികം നെരുങ്ങിയിരിக்கிறோം. Therefore we have come closer to the coming of the Lord. ആകയാൽ കർത്താവിന്റെ വരവിനോട് നാം ഏറ്റവും സമീപിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്തതിന്റെ നോക്കം എന്നാ? So why do we do all these things? എങ്കിലും ഇതൊക്കെ നാം ചെയ്തതിന്റെ ഉദ്ദേശം എന്താ? കർത്തർ വരുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് പോകണം. When our Lord Jesus Christ shall come, we'll have to forsake all these things and go out. കർത്താവ് വരുമ്പോൾ ഇതൊക്കെയും വിട്ടിട്ട് നാം പോകുവാനുള്ളവരാണ്. ஆனால் பிற்பாடு கர்த்தர் என்ன செய்வார்? But what will the Lord do afterwards? എന്നാൽ അതിനുശേഷമായി കർത്താവിന്റെയും சபை எடுத்ததின் பிறகு After the rapture of the church, സഭയെ എടുത്തുകൊണ്ടതിന് ശേഷം 7 വർഷം ഭയങ്കരമായ ഉപദ്രവകാലം ഏർപ്പെടും. there will be a period of tribulation for 3.5 years and next 3.5 years. മൂന്നര ഇങ്ങനെ 7 വർഷക്കാലത്തെ ഉപദ്രവകാലം ഈ ഭൂമിയിൽ നടക്കും. அந்த காலத்தில் பரிசுத்தவான்கள் கர்த்தரோடு அறையில் இருப்பார்கள். At that time, all the saints will be with the Lord in the chamber. അക്കാലത്ത് വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ അറയിൽ പാർക്കും. ഏശയ്യ 26:20 വാസിക്കുന്നത് പോലെ As we read in Isaiah chapter 26 verse 20, യെശയ്യാ 26:20 വായിക്കുന്നത് പോലെ கர்த்தருக்கு மகிமை உண்டாவதாக. praise be to God. ദൈവത്തിന് മഹത്വം சபை ഉണ്ടാകട്ടെ. எடுத்துக்கொள்ளப்பட்ட பிற்பாடு After the church is raptured, സഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം சினம் கடந்து போகும் வரை கொஞ்ச நேரம் நாம் அறைக்குள்ளே ஒளித்திருக்கணும். till the indignation be overpassed, we'll have to go and hide ourselves in the chamber. ക്രോധം കടന്നുപോകുവോളം അല്പനേരത്തേക്ക് അറയിൽ കടന്ന് വാതിലടച്ച് ഒളിച്ചിരിക്കുകയാണ്. கர்த்தர் என்ன செய்வார்? What the Lord will do, കർത്താവിന്റെയും ஒரு தூதனை அனுப்பி பிசாசை பிடித்து கட்டி அகாத பாதாளத்தில் கட்டி வைக்கும். he will send an angel and he will bind the devil and he will be put into the bottomless pit. ഒരു ദൂതനെ അയച്ച പിശാചിനെ പിടിച്ച് അഗാധകൂപത്തിൽ ചങ്ങലയിട്ട് ബന്ധിക്കും. அது வெளிப்படுத்தல் 20ஆம் அதிகாரத்தில் தெளிவாய் எழுதப்பட்டிருக்கிறது. That is written very clearly in the book of Revelation chapter 20. വെളിപ്പാട് 20-ാം അധ്യായത്തിൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ஒரு தூதன் சங்கிலியும் திறவுகோலுமாய் வானத்தில் இறங்கி வரும். An angel will descend from heaven with a chain and a key in his hand. ഒരു ചങ്ങലയും താക്കോലും പിടിച്ചുകൊണ്ടൊരു ദൂതൻ ആകാശത്തിൽ നിന്നിറങ്ങി വരും. ஆதாமை கொண்டு பாவம் செய்து பிசாசை பிடித்து கட்டும். He will bind the devil which have made Adam to commit sin. ആദാമിനെ കൊണ്ട് പാപം ചെയ്യിച്ച പിശാചിനെ പിടിച്ചു കെട്ടും. அவனை அகாத பாதாளத்தில் தள்ளி அடைத்து அதில் மூடி வைத்து முத்திரை வைக்கும். He will cast him into the bottomless pit and he will cover and will put a seal thereon. അവനെ അഗാധകൂപത്തിൽ ബന്ധിച്ച് അത് അടച്ച് അതിന്മീതെ മുദ്രയിടും. பிற்பாடு இந்த பூமியில் 1000 வருஷம் அரசாட்சி உண்டு. After that there is a millennium or 1000 years rule on this earth. അതിനുശേഷമായി ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയുണ്ട്. அந்த நாட்கள் இந்த பூமி எப்படி இருக்கும்? What will be the nature of this earth during those days? കാലത്ത് ഈ ഭൂമി എങ്ങനെയായിരിക്കും? வெளிப்படுத்தல் ஏசாயாவுடைய புத்தகம் 24ஆம் அதிகாரம் 23 வாசித்தால், If you read Isaiah chapter 24 verse 23, യെശയ്യാ 24-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ அதில் 30ஆம் அதிகாரம் 26 வாசித்தால், and you again if you read chapter 30 verse 26, 30-ാം അധ്യായം 26-ലും വായിക്കുമ്പോൾ இன்றைக்குள்ள பரிசுத்தவான்களின் நிலைமையை பற்றி எழுதப்பட்டிருக்கிறது. that it is mentioned about the state of this saint at that time. അന്ന് വിശുദ്ധന്മാരുടെ നില എങ്ങനെയായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. அதில் 24ஆம் அதிகாரம் 23ஆம் வசனம். கர்த்தருக்கு மகிமை உண்டாவதாக. Praise be to God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. மறுவப்பட்ட பரிசுத்தவான்கள் பிரகாசத்தால் நிரப்பப்பட்டவராயிருப்பார்கள். All the saints
who are raptured, they will be filled with glory. രൂപാന്തരം പ്രാപിച്ചവരായ വിശുദ്ധന്മാർ തേജസ് കൊണ്ട് അഥവാ പ്രകാശം കൊണ്ട് നിറഞ്ഞവരായിരിക്കും. எனக்கும் உங்களுக்கும் தேவன் எதுக்காக பரிசுத்தாவியை தந்தார்? What for the Lord has given you and me the anointing of the Holy Spirit? എന്തിനായി എനിക്കും നിങ്ങൾക്കും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി? 2 കൊരിന്ത്യർ 3-18 വാസിത്താൽ If we read 2 Corinthians chapter 3 verse 18, കൊരിന്ത്യർക്ക് 2 ലേഖനം 3:18 വായിക്കുമ്പോൾ നാം എല്ലാവരും തുറന്ന മുഖമായി കർത്തൃമഹിമയെ കണ്ണാടി കാണുപോലെ കണ്ട് now as an open face we see the glory of the Lord as in a glass. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടിയിൽ കാണുന്നത് പോലെ നാം കണ്ട மகிமையின் மேல் மகிமையாய்ந்த அந்த சாயலாய் மருவமாக்கப்படுவோம். We go from glory to glory and we are changed to the same image. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചോ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. அதற்காகத்தான் தேவன் நமக்கு பரிசுத்தாவியை தந்தார். That is the reason why the Lord has given us the anointing of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതാ. பரிசுத்தாவியார் நமக்குள்ளே இருந்து நம்மை மகிமைப்படுத்துகிறார். The Holy Spirit is dwelling in us and He is glorifying us. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മെ തേജസ്കരിക്കുകയാണ്. மகிமையின் மேல் மகிமை அடைந்த பதம் And when we say that we will have to go from glory to glory, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക എന്ന പദം அது ஒரு தடவை மாத்திரம் எழுதப்பட்டிருக்கிறது. it is written only once in the Word of ഒരു God. പ്രാവശ്യം മാത്രം എഴുതിയിരിക്കുകയാണ്. அதை பலமுறை சேர்த்து வாசிக்கணும். But we'll have to add few more times and read that. അത് പല പ്രാവശ്യം ചേർത്ത് വായിക്കണം. மகிமையின் மேல் மகிமை அடைந்து மகிமையின் மேல் மகிமை அடைந்து மகிமையின் மேல் மகிமை அடைந்து And we'll have to go from glory to glory and from glory to glory and from glory to glory. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചോ തേജസ്സിന്മേൽ തേജസ്സോ തേജസ്സിന്മേൽ തേജസ്സോ ഇങ്ങനെ നാം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. நாம் மகிமையுமே மகிமை அடைந்து அந்த செயலால் பருவப்படுவோம். We must go from glory to glory and we are changed to the same image. അങ്ങനെ നാം തേജസ്സിന്മേൽ തേജസ് അത്യധികമായി രണ്ടുപേരും നാമമടയും. On that day, both the moon and the sun shall be confounded. അന്ന് സൂര്യൻ ലജ്ജിക്കുകയും ചന്ദ്രൻ നാണിക്കുകയും ചെയ്യും. അതിന്റെ കരുത്തന്നെ What is the meaning of this? എന്താണ് അതിന്റെ അർത്ഥം? പരിശുദ്ധവാന്കളുടെ മഹിമ സൂര്യനെ പാർക്കലും ചന്ദ്രനെ പാർക്കലും അധികമായിരിക്കും. The glory of the saints will be more than the brightness of the moon or the sun. വിശുദ്ധന്മാരുടെ തേജസ് എന്നത് സൂര്യചന്ദ്രന്മാരുടെ പ്രകാശത്തെക്കാൾ അധികമായിരിക്കും. அதுக்காகத்தான் தேவன் நம்மை அபிஷேகம் பண்ணினார். That is the reason why the Lord has anointed us. അതിനുവേണ്ടി അത്രേ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നതാ. அபிஷேகம் பண்ணப்பட்ட ஜனமே, நீங்க தேவ மகிமையால் நிரப்பப்பட்ட ஜனமாயிருக்கிறீர்கள். Oh, precious people, you are the people are filled with the glory of the Lord. അഭിഷേകം പ്രാപിച്ചിട്ടുള്ള ദൈവജനമേ, നിങ്ങൾ തേജസ്സിനാൽ നിറയപ്പെട്ടവരത്രേ. இங்க என்ன வாசித்தோம்? What do we read here? എന്താവും ഇവിടെ നാം വായിച്ചത്? சந்திரன் கலகம், சூரியன் நாணமடையும். The moon shall be confounded and the sun ashamed. സൂര്യൻ ലജ്ജിക്കും, ചന്ദ്രൻ നാണിച്ചു പോകും. அதற்கு ஸ்தோத்திரம். Praise be to God. ദൈവത്തിന്റെ സ്തോത്രം. അതിന് കരുത്തന്നെ What is the meaning of this? എന്താണ് അതിന്റെ അർത്ഥം? நம்முடைய மகிமை அவ்வளவு மேன்மையாக இருக்கும். Our glory will be so excellent. നമ്മുടെ തേജസ് അത്ര ശ്രേഷ്ഠമായിരിക്കും. ചിലപ്പോൾ കറണ്ട് ഇല്ലാതെ വരുമ്പോൾ ലൈറ്റ് എല്ലാം അണഞ്ഞു പോകും. Sometimes when the current goes off and all the lights could be cut off. ചിലപ്പോൾ കറണ്ട് ഇല്ലാതെ വരുമ്പോൾ ലൈറ്റ് എല്ലാം അണഞ്ഞു പോകും. അതുകൊണ്ട് ഒരു കാൻഡിൽ കൊളുത്തി വെച്ച് വെളിച്ചം കാണും. Then we will light a candle and we will have some light. അപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ വെളിച്ചം കാണാം. മറുപടിയും കറണ്ട് വരുമ്പോ Once again, when the supply is on, വീണ്ടും കറണ്ട് വരുമ്പോൾ കൊളുത്തി വെച്ച കാൻഡിൽ നാണമടയും. then the candle which you are lighted will be ashamed. ഈ കത്തിച്ചു വെച്ച മെഴുകുതിരി നാണിച്ചു പോകും. കാരണം എന്നാ? What is the reason? എന്താണ് കാരണം? കറണ്ട് വന്നത് ലൈറ്റ് പ്രകാശിച്ചത്. When the current came, then all the lights were shining. കറണ്ട് വന്നു, ലൈറ്റുകളെല്ലാം നന്നായി പ്രകാശിച്ചു. ഞാൻ പ്രകാശമായിരുന്നാൽ എന്റെ പ്രകാശം ഒന്നുമില്ലേ? Though I have light, but my light is nothing when compared to this light. ഞാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, പക്ഷെ എന്റെ പ്രകാശം ഇപ്പോൾ ഇതാ ഏതുമില്ലാത്തതായിരിക്കുന്നു. പരിശുദ്ധവാക്കൾ മറുവപ്പെടുമ്പോൾ When all the saints shall be raptured, വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമ്പോൾ ചന്ദ്രനും സൂര്യനും നാണമടയും. the sun and the moon shall be ashamed. ചന്ദ്രനും സൂര്യനും ലജ്ജിച്ചു പോകും. ആനാലും ചന്ദ്രനെ സൂര്യനെ പറ്റി 30-26 വാസിത്തം. But what do we read about this sun and the moon in Isaiah chapter 30 verse 26? എങ്കിലും ചന്ദ്രനെ കുറിച്ചും സൂര്യനെ കുറിച്ചും യെശയ്യാവ് 30:26 നാം എന്ത് വായിക്കുന്നു? കർത്തൃ സ്തോത്ര. Praise be to God. ദൈവത്തിന് സ്തോത്രം. സൂര്യന്റെ വെളിച്ചം 7 പകൽ വെളിച്ചം പോലെ ഇരിക്കും. The light of the sun shall be at sevenfold. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ ആയിരിക്കും. ചന്ദ്രന്റെ വെളിച്ചം സൂര്യന്റെ വെളിച്ചം പോലെ ഇരിക്കും.
The light of the moon shall be as the light of the sun. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശത്തിന് തുല്യമാകും. கர்த்தருக்கு ஸ்தோத்திரம். Praise be to God. ദൈവത്തിന് സ്തോത്രം. நீங்கள் வெள்ளிக்கிழமை இரவில் வெளிச்சத்தை பற்றி கேட்டீர்கள். And on Friday night you heard about the sermon about light. വെള്ളിയാഴ്ച രാത്രിയിൽ നിങ്ങൾ വെളിച്ചത്തെ കുറിച്ച് കേട്ടുവല്ലോ. அந்த ஸ்ரீ தலையில் நட்சத்திரம் வைத்திருக்கிறார். That moon is having the crown of stars. ആ സ്ത്രീ തലയിൽ നക്ഷത്രം വെച്ചിരിക്കുന്നു. அவள் சூரியனை വസ്ത്രമായി ധരിച്ചിരിக்கிறாർ. And she has clothed with the sun. സൂര്യനെ വസ്ത്രമായി അവൾ അണിഞ്ഞിരിക്കുകയാണ്. ചന്ദ്രന്മേൽ നിൽக்கிறார். She is standing on the moon. അവൾ ചന്ദ്രന്മേൽ നിൽക്കുകയാണ്. எவ்வளவு வெளிச்சமாக இருக்கும். Then what a brightness she will have. എത്ര വെളിച്ചമായിരിക്കും. அவள் நிற்கிற வெளிச்சத்தின் மேல் But above the light which she is standing upon. അവൾ നിൽക്കുന്നത് വെളിച്ചത്തിന്മേലാണ്. அவள் உடுத்திருக்கிற சூரியன். Yes, she is clothed with the sun. അവൾ ഉടുത്തിരിക്കുന്നത് സൂര്യനെയാണ്. அவளுடைய கிரீடம் நட்சத்திரம். And her crown is the crown of stars. അവളുടെ കിരീടം നക്ഷത്രമാണ്. அந்த நட்சத்திரம் எதை குறிக்கிறது? What does the star speak of? ആ നക്ഷത്രം എന്തിനെ കാണിക്കുന്നു? 12 அப்போஸ்தலரை குறிக்கிறது. He shows the 12 apostles. 12 അപ്പോസ്തലന്മാരെ കാണിക്കുന്നു. நட்சத்திரத்தை பற்றி தானியேல் 12:3 வாசித்தால் If you read about these stars in the book of Daniel, chapter 12, verse 3. നക്ഷത്രത്തെ കുറിച്ച് ദാനിയേൽ 12:3 വായിച്ചാൽ அநேகரே நீதிக்கு உட்படுத்துறவர்கள் சந்திரனை நட்சத்திரத்தை போல் என்னைக்கும் பிரகாசிக்கும். Many people are bringing many to righteousness. They shall shine forth like a star. അനേകരെ നീതിയിലേക്ക് നടത്തുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും പ്രകാശിക്കും. ஆதி அப்போஸ்தலர் கொடுத்த உபதேசத்தை அவர் கிரீடமாக்கினார். And they have made the doctrine of the early apostles as their own crown. ആദ്യ അപ്പോസ്തലന്മാർ നൽകിയ ഉപദേശം അവൾ കിരീടമാക്കി. ஆதி அப்போஸ்தலர் கொடுத்த உபதேசத்தை அவர் தலையில் வைத்திருக்கிறார். And the early apostles, the doctrine that given by the early ஒரு பேப்பரே இல்ல. there is not even one paper or a book which is published by the Ceylon Pentecostal Mission. മിഷന്റേതെന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ബുക്കോ ഒരു മാസികയോ ഒരു പേപ്പറോ ഒന്നുമില്ല. இன்றைக்கு നമുക്ക് പല പല പത്രികകൾ ഇരിക്കുന്നത്. But today you have got so many magazines. ഇന്ന് വിവിധ ഭാഷകളുള്ള മാസികകൾ പല നമുക്കുണ്ട്. പല പുസ്തകങ്ങൾ ഇരിക്കുന്നത്. You have got many books. വിവിധ പുസ്തകങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം ഇന്ത്യക്ക് നമ്മുടെ മധ്യേ ഇരിക്കുന്നത്. Today we have all these things. ഇവയെല്ലാം ഇന്ന് നമ്മുടെ മധ്യേയുണ്ട്. அன்றைக்கு நாங்கள் But during those days, എന്നാൽ അന്ന് ഞങ്ങൾ பரிசுத்தவான்களை படிப்பிக்கிற உபதேசத்தோட வாய் நோக்கி படித்தோம். we were just listening or we are watching the mouth of the saints who are teaching us, and we learned everything only from them. വിശുദ്ധന്മാർ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ അവരുടെ വായിൽ നോക്കി ഞങ്ങൾ ഗ്രഹിച്ചു. அப்பொழுது இதெல்லாம் நாங்கள் கற்றுக்கொண்டோம். At that time we have learned all these things. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു. நீங்கள் உபதேசம் படிக்கும் போது When you learn doctrine, നിങ്ങൾ ഉപദേശം പഠിക്കുമ്പോൾ எசேக்கியேலிന്റെ പുസ്തകം 44:5 വാസിച്ചാൽ even in Ezekiel chapter 44 verse 5, യെഹെസ്കേൽ 44:5 വായിക്കുമ്പോൾ நான் ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രമാണത്തെ മുമ്പ് ചൊല്ലുമ്പോൾ when I tell you about the law of the house of God, ഞാൻ ദേവാലയത്തിന്റെ പ്രമാണങ്ങളെ കുറിച്ച് പറയുമ്പോൾ കണ്ണിനാൽ നോക്കി ചെവിയാൽ കേട്ട് ഹൃദയത്തിൽ കറ്റുകൊള്ളണം. I will have to see with our eyes, hear with our ears, and we must learn it in our heart. നീ നല്ലവണ്ണം ശ്രദ്ധ വെച്ച് കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ട ഹൃദയത്തിൽ സംഗ്രഹിക്കണം. அப்படிதான் வேதத்தில் எழுதப்பட்டிருக்கிறது. That's how it is written in the word of God. അങ്ങനെയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രസംഗിക്കുന്ന പ്രസംഗത്തെ കണ്ണുകൊണ്ട് നോക്കി പഠിക്കണം. And the sermon they preach, you must see it with your eyes. പ്രസംഗിക്കുന്നതായ പ്രസംഗത്തെ കണ്ണുകൊണ്ട് നോക്കി പഠിക്കണം. അനേകം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ തൂങ്ങിക്കൊണ്ടിരിപ്പാൻ. Many people, when we are preaching, they will be sleeping. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പലരും ഉറങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പ്രസംഗം ഒരാളോട് പേശിക്കൊണ്ടിരിപ്പാ. And when we are preaching, one person will talk to another ഞങ്ങൾ person. പ്രസംഗിക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഞങ്ങൾ പ്രസംഗം വാച്ചെടുത്ത് നോക്കിക്കൊണ്ടിരിപ്പാ. When we are preaching, they will take the watch and they will be seeing that. ഞങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് ചിലർ വാച്ചെടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. പ്രസംഗം പിടിച്ചെന്ന് കണ്ട ഉടനെ പുസ്തകം തൂക്കി ഓടിപ്പോവാൻ. So as soon as the sermon is over, they will take the books and they will go out. പ്രസംഗം തീർന്ന ഉടൻ വേദപുസ്തകം എടുത്തുകൊണ്ട് അവർ ഓടുകയാണ്. அப்படிப்பட்டவர் தேவனை புறக்கணிக்கிறார்கள். And such people, they are rejecting God. അങ്ങനെയുള്ളവർ ദൈവത്തെ നിരസിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഉലകത്തിൽ പല കാര്യങ്ങൾ ഇരിക്കൂടും. You have so many things or occupations in the world. ലോകത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എല്ലാം കർത്തരകരങ്ങൾ ഒപ്പുകൊടുക്കണം. But you must surrender everything into the hands of the Lord. എന്നാൽ അവയൊക്കെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. ആദ്യകാലത്ത് പരിശുദ്ധവാന്മാർ നഷ്ടം സഹിത്താர்கள். In the early days, all the apostles, they suffered the loss. ആദ്യകാല വിശുദ്ധന്മാർ നഷ്ടം സഹിച്ചു. ഞങ്ങളുടെ നഷ്ടം സഹിച്ചാലും
இந்த ஊழியம் செய்கிறோம். Even we suffer loss and we do this ministry. ഞങ്ങളും നഷ്ടം സഹിച്ചാണ് ഈ വേല ചെയ്യുന്നത്. നമ്മുടെ ജീവിതം எப்படி இருக்க வேணும்? How our life should be. നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കണം? 1000 വർഷം സാക്ഷികളും പ്രവേശിക്കാൻ If we enter into the millennium, 1000 ആണ്ട് വാഴ്ചയിൽ നാം പ്രവേശിച്ചാൽ അന്നേക്ക് നാം എല്ലാം പ്രകാശമുള്ളവരായി കാണപ്പെടുவோம். on that day we will have light. അന്ന് നാം എല്ലാവരും പ്രകാശിതരായിരിക്കും. அந்த பிரகாசம் தான் அச்சாரமாய் நமக்கு கொடுத்த பரிசுத்தாவின் அபிஷேகம். That brightness is the Holy Spirit that is given unto us as an earnest or an advance. ആ പ്രകാശമത്രേ നമുക്ക് അച്ചാരമായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം. அச்சாரம் நமக்கு இவ்வளவு சந்தோஷத்தை தந்தால், If the earnest or the advance has given such a great joy to us, ആ അച്ചാരം നമുക്ക് ഇത്രയധികം സന്തോഷത്തെ പകർന്നു തരുന്നുവെങ്കിൽ முழு மகிமையும் നമ്മുടെ மேல் வரும்போது நாம் எப்படி இருப்போம்? and if the whole glory is coming upon us, then how we would be. ആ തേജസ് മുഴുവനും നമ്മുടെ സ്വന്തമായി തീരുമ്പോൾ നാം എങ്ങനെയിരിക്കും? தேவன் ஆதாமை ஏவாளை ஏதனில் வைத்த வேளையில் At the time when God has kept Adam and Eve in the Garden of Eden, ദൈവം ആദത്തെ ആദാമിനെയും ഹവ്വയെയും ഏദനിലാക്കിയപ്പോൾ ஞானம் நீங்களும் தரித்திருக்கிற ஒரு எழுத்துக்குரிய வஸ்திரம் அவருக்கு அவசியமில்லை. they need not have their garments as I and you have. ഞാനും നിങ്ങളും ധരിച്ചിരിക്കുന്നത് പോലെയുള്ള അക്ഷരീയ വസ്ത്രം അവർക്ക് ആവശ്യമില്ലായിരുന്നു. 8 സംഗീതം 5 വചനത്തിൽ വാസിക്കുന്നത് പോലെ As we read in Psalm 8 verse 5, 8 സങ്കീർത്തനം 5 വാക്യത്തിൽ വായിക്കുന്നത് പോലെ மகிமினாலும் கருத்தினாலும் முடிசூட்டப்பட்டவனாயிருந்தார். they were crowned with honor and glory. തേജസ്സും ബഹുമാനവും അവരെ അണിയിച്ചിരുന്നു. அன்றைக்கு ஆதாமை ஏவாளை பார்த்தால் On that day, if you look at Adam and Eve, അന്ന് ആദാമിനെയും ഹവ്വയെയും നോക്കിയാൽ 2 சூரியன் நின்றால் எப்படி இருக்குமோ அதே பார்க்கலும் பிரகாசமாயிருந்தது. and they were more brighter than 2 suns. 2 സൂര്യന്മാർ നിന്ന് ഒരുപോലെ പ്രകാശിച്ചാൽ എങ്ങനെയോ അതിനേക്കാൾ അവർ പ്രകാശമുള്ളവരായിരുന്നു. ஆனால் ஒரு நாளை தேவன் வந்து பார்க்கும் போது But on one day when the Lord came to visit them, എന്നാലോ ഒരു ദിവസം ദൈവം അവരെ സന്ദർശിപ്പാനായി വന്നപ്പോൾ அவர் 2 பேரும் போய் மரத்தின் மറவில் மறைஞ்சிருந்தார். and both of them went and hid themselves behind a tree. അവർ രണ്ടുപേരും വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിക്കുകയാണ്. நீ எங்க இருக்கான்னு தேவன் கேட்டார். Then God called Adam and said, Adam, where art thou? നീ എവിടെ എന്ന് ദൈവം ചോദിക്കുന്നു. அவன் என்ன சொல்றான்? What was his reply? അവന്റെ മറുപടി എന്താ? நிர்வாணியானபடி நான் ஒளித்திருக்கிறேன். I am hiding myself because I am naked. നഗ്നനാകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുന്നു. தேவன் என்ன சொல்றான்? Then what did God ദൈവം say? എന്ത് പറഞ്ഞു? நிர்வாணி என்று உனக்கு சொல்லி தந்தவன் யார்? Who told you that you are naked? നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? புசிக்க வேண்டாம்னு சொன்ன விஷத்தின் கனியை புசித்தாயா? Did you eat the fruit of the forbidden tree? ഭക്ഷിക്കരുത് കൽപ്പിച്ചിട്ടുള്ള വൃക്ഷഫലം നീ തിന്നുവോ? கர்த்தருக்கு ஸ்தோத்திரம். Praise be to God. ദൈവത്തിന് സ്തോത്രം. பாவம் செய்யும் போது மகிழெல்லாம் போய்விடும். When we do sin, then we will lose all the glory. പാപം ചെയ്യുമ്പോൾ തേജസ്സൊക്കെയും നഷ്ടമായി തീരും. ரோமர் 3:23 வாசித்தால் If we read Romans chapter 3 verse 23, റോമർ 3:23 വായിക്കുമ്പോൾ என்ன வாசிக்கிறோம்? what do we read there? അവിടെ നാം എന്ത് വായിക്കുന്നു? பாவம் செய்த எல்லாரும் தேவ மகிமை அற்றவரானார்கள். Man has committed sin and all have come short of the glory of God. പാപം ചെയ്ത എല്ലാവരും ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. கர்த்தருக்கு ஸ்தோத்திரம். Praise be to God. ദൈവത്തിന് സ്തോത്രം. தேவன் என்ன செய்தார்? What did the Lord ദൈവം do? എന്ത് ചെയ്തു? நமக்கு ஒரு மனம் திரும்புதலை தந்தார். He gave us a repentance. നമുക്കൊരു മാനസാന്തരം നൽകി. ஞானஸ்நானம் பெற்றது மாத்திரமல்ல, Not only we obey the Lord in the waters of baptism, സ്നാനം സ്വീകരിക്കുക മാത്രമല്ല பரிசுத்தாவின் அபிஷேகத்தை தேவன் நமக்கு தந்தார். and the Lord also gave us the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ദൈവം നമുക്ക് നൽകി. அதுதான் தீத்தோர 3:5 வாசித்தோம். That is what we have read in book of Titus chapter 3 verse 5. അതത്രേ തീത്തോസ് 3:5 വായിച്ചത്. மறுஜென்ம முழுக்கினாலும் பரிசுத்தாவின் புதுப்பிக்கினாலும் நாம் ரட்சிக்கப்பட்டோம். By the washing of the regeneration and by the renewing of the Holy Ghost, we were saved. പുനർജനന സ്നാനം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും നാം പുതുപ്പിക്കപ്പെട്ടിരിക്കുന്നു. கர்த்தருக்கு ஸ்தோத்திரம். Praise be to God. ദൈവത്തിന് സ്തോത്രം. மறுஜென்ம முழுக்கு By the washing of the regeneration. പുനർജനന സ്നാനം അതിന്റെ കരുത്തന്നെ What do you mean by എന്താണ് this? അതിന്റെ അർത്ഥം? மறுபடியும் பிறந்த பிற்பாடு ஞானஸ்நானம் ஏற்கணும். After you are born again, you must take water baptism. വീണ്ടും ജനിച്ച ശേഷം സ്നാനമേൽക്കണം. குழந்தை ஸ்நானம் வேதத்தில் இல்லை. Infant baptism is contrary to the word of സ്നാനം God. വേദപുസ്തകത്തിലില്ല. தீத்தோக்கு என்ன சொல்லி கொடுக்கிறார்? What does he tell unto Titus? തീത്തോസിനോ എന്താകുന്നു പറഞ്ഞു കൊടുക്കുന്നത്? மறுஜென்ம முழுக்கினாலும் By the washing of regeneration.
baptism. പുനർജനന സ്നാനം. மறுபடியும் பிறந்த பிற்பாடு ஞானஸ்நானம் ஏற்கணும். After you're born again, you must take water baptism. വീണ്ടും ജനിച്ച ശേഷം സ്നാനമേൽക്കണം. அப்பொழுதுதான் நாம் நீதிமான்களாய் மாற்றப்படுவோம். Then only we can be justified. എങ്കിൽ മാത്രമേ നാം നീതിമാന്മാരായി തീരുകയുള്ളൂ. ஞானஸ்நானம் ஏற்பதற்காக யோர்தான் அணையில் யோவானிடத்தில் வந்தார். The Lord Jesus Christ came unto John the Baptist to be baptized of him in the river Jordan. യേശു സ്നാനമേൽക്കുവാൻ യോർദാനരികിൽ യോഹന്നാന്റെ അടുക്കലേക്ക് വന്നു. யோவான் அவனுக்கு ஞானஸ்நானம் கொடுக்க விருப்பமில்லை. At that time, John was not willing to baptize him. അവന് സ്നാനം കൊടുക്കുവാൻ യോഹന്നാന് താല്പര്യമില്ല. யோவாന്റെ பிரசங்கம் என்ன? What is the sermon of John? യോഹന്നാന്റെ പ്രസംഗം എന്താ? എന്റെ പിന്നാലെ ഒരുവർ വരുகிறார். One person is coming after me. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു. அவர் பரிசுத்தாவினாலும் அக்கினியினாலும் ஞானஸ்நானம் கொடுப்பார். He will baptize you with the Holy Ghost and fire. അവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. உங்களுக்கு மனம் திரும்புவது ஞானஸ்நானம் தண்ணீரை கொடுக்கிறேன். But I am giving you the baptism in water for the repentance. ഞാൻ നിങ്ങൾക്ക് മാനസാന്തര സ്നാനം വെള്ളത്തിൽ കഴിപ്പിക്കുന്നു. ஆனால் இயேசுவை நோக்கி யோவான் என்ன சொல்றார்? But looking unto the Lord Jesus Christ, എന്നാൽ യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ എന്ന് പറയുന്നു, என்னிடத்தில் வரலாமா? can you come to me? നീ എന്റെ അടുക്കൽ വരാമോ? இந்த யோவானை தேவன் இதுக்காய் பூமியில் விட்டார். What for the Lord has sent John the Baptist into the world? ഈ യോഹന്നാനെ എന്തിനായിരിക്കും ലോകത്തിൽ അയച്ചു? ஞானஸ்நானம் கொடுப்பதற்காக, In order to baptize him. ജലസ്നാനം കൊടുക്കുവാൻ. அதுக்காய் தாயின் வயிற்று வச்சு அவனை அபிஷேகித்தார். That is the reason why he was anointed Amen. when he was in the mother's womb. അതിനായി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനെ അഭിഷേകം ചെയ്തു. அபிஷேகம் பண்ணப்பட்டவன் தான் ஞானஸ்நானம் கொடுக்கணும். Only the anointed should baptize another person. അഭിഷേകം പ്രാപിച്ചവനാണ് സ്നാനം കൊടുക്കേണ്ടത്. இப்ப இயேசு என்ன சொல்றார்? Now what does the Lord Jesus Christ say? അപ്പോൾ യേശു എന്ന് പറയുന്നു, இப்போது இடம் கொடு, இப்படி எல்லா நீதியும் நிறைவேற்ற நமக்கு ஏற்றதாயிருக்கிறது. Suffer it now, this is how we have to fulfill all the righteousness. ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ஞானஸ்நானத்தின் தேவநீதி நிறைவேற்றும் காரியம். When we take water baptism, it is the fulfilling the righteousness of God. ജലസ്നാനം എന്നത് ദൈവനീതിയെ നിർവഹിക്കുകയാണ്. ஞானஸ்நானம் பெற்ற தெய்வத்தின் பிள்ளையே, நீ நீதிமானாயிருக்கிறாய். Oh, the child of God who has taken water baptism, you are justified, you are righteous. ദൈവവേദലേ നീ നീതിമാനായി തീർന്നിരിക്കുന്നു. நாம் ரோமரத்தின் 29 வாசிக்கும் போது We read Romans chapter 8 verse 29. റോമർ 8:29 വായിക്കുമ്പോൾ, தேவன் முன்னோரை அழைத்தார். God has called some, ദൈവം മുന്നറിഞ്ഞവരെ വിളിച്ചു, அத்தகைய நீதிமான்களாக்கினார். whom he has called, he has justified. വിളിച്ചവരെ നീതീകരിച്ചു. நீதிமான்களை மகிமைப்படுத்தினார். And then he has justified, he has glorified. നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ஏற்றவரே பரிசுத்தாவினால் அபிஷேகிக்கிறார். And those who have taken water baptism, he anoints them with the anointing of the Holy Spirit. ജലസ്നാനം സ്വീകരിച്ചവരെ പരിശുദ്ധാത്മാവിനാൽ അവൻ അഭിഷേകം ചെയ്യുന്നു. அபிஷேகம் பண்ணப்பட்ட தேவனுடைய பிள்ளையே, நீ தேவ மகிமையால் நிரப்பப்பட்டவனாயிருக்கிறார். Oh, child of God, you receive the anointing of the Holy Spirit. You are the one who was filled with the glory of God. അഭിഷേകം പ്രാപിച്ച ദൈവവേദനേ നീ ദൈവതേജസ്സിനാൽ നിറയപ്പെട്ട വ്യക്തിയത്രേ. என் அருமையான சகோதரா சகோதரிகளே, My dear brothers and പ്രിയ sisters, സഹോദരി സഹോദരന്മാരെ, பரிசுத்தாவியை பெற்றதினால் because you have received the anointing of the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുകൊണ്ട് நீங்கள் விருப்பம் போல் நடக்கக்கூடாது. you should not walk as you like. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ നടക്കരുത്. நீ மற்றவரோடு பேசும்போது When you talk to someone else, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ தேவையான வார்த்தை மாத்திரம் பேசு. you must speak only the necessary words. ആവശ്യമായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. நீ கோபிச்சு பேசாதே. You don't get angry and speak to them. കോപിച്ച് സംസാരിക്കരുത്. நீ மற்றவரை பழிக்காதே. Don't hate others. മറ്റുള്ളവരെ നീ പകയ്ക്കരുത്. நீ ഒരാളിന്റെ കുറ്റം മറ്റവർക്ക് ചെല്ലാതെ. Don't tell the fault of one person to another person. ഒരാളിന്റെ കുറ്റം മറ്റേയാളിനോട് പറയരുത്. தேவனுடைய மகிமையால் நிரப்பியிருக்கிறார். Because the Lord has filled you with His glory. ദൈവം നിന്നെ തന്റെ തേജസ്സിനാൽ നിറച്ചിരിക്കുകയാണ്. வழியில் நடக்கும் போது When you walk in your way, നീ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ உள்ளிருக்கின்ற மகிமை மற்றவர்கள் அனைத்தும் let others see the glory that is within you. നിന്നിലുള്ള ദൈവതേജസ് മറ്റുള്ളവർ കാണട്ടെ. நம்பிக்கை மற்றவர் அறியட்டும். Let others know about your hope. നിന്റെ പ്രത്യാശയെ കുറിച്ച് മറ്റുള്ളവർ അറിയട്ടെ. காண்கிறேன் நான் காண்கிறேன் என்று சொல்லுங்கள். And you say, I see whom I see. എന്നെ കാണുന്നവർ കർത്താവിനെ കാണുന്നുവെന്ന് പറയുക. இன்றைக்கு 25-11 வசனம் வாசித்தோம். Today we have read book of Genesis chapter 25 verse 11. ഉൽപ്പത്തി പുസ്തകം 25:11 ആരംഭത്തിൽ വായിച്ചുവല്ലോ. கர்த்தருக்கு ஸ்தோத்திரம். Praise be to God. ദൈവത്തിന് സ്തോത്രം. 24-62 வாசித்தால் If we read chapter 24 verse 62, 24:62 വായിക്കുമ്പോൾ அங்கே ஒரு விசேஷ காரியம் கூட சொல்லப்பட்டிருக்கிறது. one more important thing is mentioned there. അവിടെ മറ്റൊരു പ്രത്യേകമായ കാര്യം കൂടെ പറയുന്നുണ്ട്. My son,
എന്നാ അപ്പടിയില്ല. 24:62. Genesis chapter 24 verse 62. കർത്തൃ സ്തോത്രം. Praise be to God. ദൈവത്തിന് സ്തോത്രം. അതാണ് വസനം. അതാണ് വാക്യം. അവൻ എങ്കിൽ നിന്ന് പുറപ്പെട്ടു വന്നാൽ From he started, അവൻ എവിടെ നിന്ന് പുറപ്പെട്ടു വന്നു? ലഹായിറോയും വഴിയായി പുറപ്പെട്ടു വന്നാൽ. he came by the way of Lahai Road. അവൻ ബേർലഹീരോയി വരെ വന്നു. അതിന്റെ അർത്ഥമല്ല. What do you mean by this? അതിന്റെ അർത്ഥം എന്താ? 16-ാം അധ്യായം 14-ാം വസനം വാസിക്കാൻ If we read chapter 16 verse 14, 16-14 വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം ചൊല്ലപ്പെട്ടിരിക്കണം. there the meaning is mentioned. അതിന്റെ അർത്ഥം അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ആദിയാമം 16-14 13 കൂടെ ചേർത്ത്. കർത്തൃ സ്തോത്രം. Praise be to God. ദൈവത്തിന് സ്തോത്രം. ഇത് എതേ കുറിക്കണേ? What does this signify? ഇതെന്തിനെ കാണിക്കുന്നു? ഇത് ആര് சொன்னா? Who has said this? ഇത് ആര് പറഞ്ഞു? ഇതിന്റെ അർത്ഥമല്ല. What is the meaning of ഇതിന്റെ this? അർത്ഥം എന്താ? ആബ്രാമുക്ക് വീട്ടുവേലക്കാരെ ആഗാർന്ന് പേരുള്ള ഒരു പെണ്ണിരുന്ന. There was a servant maid for Abraham named Hagar. അബ്രഹാമിന്റെ ദാസിയായി ഹഗാർ എന്നൊരുവൾ ഉണ്ടായിരുന്നു. സാറ വയസ്സ് പോലെ പോതിലും Though Sarah was stricken with age, സാറ വാർദ്ധക്യം ചെന്നിട്ടും പിള്ളകൾ ഇരുന്നതിനാൽ because she was without child, മക്കൾ ഇല്ലാതിരുന്നതുകൊണ്ട് വീട്ടുവേലക്കാരി ആബ്രാമുക്ക് മനവിയെ പോലെ കൊടുത്ത. now the servant maid was given as a wife unto Abraham. ഈ ദാസിയെ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അവൾ ഒരു മുഴയെ ഗർഭവതിയാണ്. And she was with child. അങ്ങനെ അവൾ ഗർഭിണിയായി. അപ്പോൾ അവൾ സാറാളെ വെറുത്ത. Then she has despised Sarah. അപ്പോൾ അവൾ സാറയെ വെറുത്തു. സാറ അത് ആബ്രാമുക്ക് சொன்னார். Then Sarah went and told this matter to Abraham. സാറ ഇക്കാര്യം അബ്രഹാമിനോട് പറഞ്ഞു. ആബ്രാം சொன்னார் அவர் வேலைக்காரி உன்னுடைய கையில் தான் இருக்கிறார். Then Abraham said, your servant maid is in your hand. അപ്പോൾ അബ്രഹാം പറഞ്ഞു, അവൾ നിന്റെ ദാസി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഈ സാറ അവളെ ശരിയായി എച്ചരിത്താർ. Then Sarah wondered. അപ്പോൾ സാറ അവളെ നന്നായി ശാസിച്ചു. അവളെന്നെ ചെയ്താൽ? What did she do? അവൾ എന്ത് ചെയ്തു? ആബ്രാമെ സാറാളെ വിട്ട് ഓടിപ്പോനാ. Then she ran away from Abraham and Sarah. അബ്രഹാമിനെയും സാറായിയെയും വിട്ട് ഓടിക്കളഞ്ഞു. അവൾ കുളത്തെ കൊണ്ട് ഓടുക. She is running with a child in her hand. അവൾ കുഞ്ഞിനെയും കൊണ്ട് ഓടുകയാണ്. അപ്പോൾ ദേവദൂതൻ അവളെ കൂപ്പിട്ട. At that time the angel called her. അപ്പോൾ ദൈവദൂതൻ അവളെ വിളിച്ചു. എപ്പടി കൂപ്പിട്ട? How did he call her? എങ്ങനെയാണ് അവളെ വിളിച്ചത്? സാറാളിൻ അടിമപ്പെണ്ണായ ആഗാരേ, O Hagar, the servant maid of Sarah. സാറായിയുടെ ദാസിയായ ഹഗാരേ, നീ എங்கே നിന്ന് വരുகிறாய், എங்கே പോകുகிறாய்? Where are you coming from and where are you going? നീ എവിടെ നിന്ന് വരുന്നു, എവിടെ പോകുന്നു? ദേവദൂതനുക്ക് தெரியாதா? And doesn't this angel know about this? ഇതോ ദൈവദൂതൻ അറിഞ്ഞുകൂടെയോ? എതുക്കായി ദേവദൂതൻ അപ്പടി കേട്ടാൽ? Then why did he ask her like this? എന്തിനായി ദൈവദൂതൻ അങ്ങനെ ചോദിച്ചു? ഇവളെന്ന വീട്ടിലെ വേലക്കാരി എന്നുള്ള എണ്ണമില്ലാமல், Because without the mind that sees the servant maid of that house, ഇവൾ ആ വീട്ടിലെ ദാസിയാണെന്നുള്ള ചിന്തയില്ലാതെ ആബ്രാമയും സാറാളെയും മതിക്കാமல், she is not respecting Abraham and Sarah. അബ്രഹാമിനെയും സാറായെയും മാനിക്കാതെ അവൾ കുളന്തിയെടുത്തോണ്ട് ഓടുക. Now she is taking her child in her hand and she is running away. അവൾ ഇപ്പോൾ ഓടുകയാണ് അവിടെ നിന്ന്. എങ്ങളെ കേൾക്കുന്ന അരുമയാണ് ദേവജനമേ, Dear people of God who listen to us, ഞങ്ങളെ കേൾക്കുന്ന ആ പ്രിയ ദൈവജനമേ, யாராவது ஏதாவது சொன்னா உடனே நீ ஓடாது. if anyone says something to you, don't run away. ആരെങ്കിലും ഏതെങ്കിലും പറയുന്നത് കേട്ട് നീ ഓടരുത്. സഭയിൽ വന്ന് ഏതാவது ഒരു കാര്യം കണ്ടാൽ, If you come to the church and he sees something, നീ സഭയിൽ വന്ന് ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ പിന്നെ സഭയിൽ കാണുമാട്ടാ. then they will not come to the church at all. ഇന്ന് സഭയിൽ കാണുകയില്ല. അവരുടെ വിരുപ്പമെല്ലാം സഭയിൽ നടക്കാതെ. Then all the desire will not be fulfilled in അവരുടെ the church. ഇഷ്ടമെല്ലാം സഭയിൽ നടക്കുകയില്ല. കർത്തൃക്ക് സ്തോത്രം. Praise be to God. ദൈവത്തിന് ആ സ്തോത്രം. ഒരു കാലത്ത് പാവത്തിന് അടിമകളായി ഇരുന്നു. At one time we were the slave unto sin. ഒരു കാലത്ത് നാം പാപത്തിന് അടിമകളായിരുന്നു. നീതിക്ക് അടിമകളായി ഇരിക്കണം. Now we are the servants of our righteousness. ഇപ്പോഴോ നാം നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നു. റോമർ 6 വാസിக்கிறோம். That you can read in the book of Romans chapter 6. റോമർ 6-ാം അധ്യായത്തിൽ നാം അങ്ങനെ വായിക്കുന്നു. പാവത്തിന് അടിമകളായ നാം We who are the servants or slave unto the sin. പാപത്തിന് ദാസന്മാരായിരുന്ന നാം അതിൽ നിന്ന് വിടുവിക്കപ്പെടും നീതിക്ക് അടിമകളായിരിക്കണം. Now we are delivered out of that and we must be the slave unto the righteousness. അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട നീതിക്ക് ദാസന്മാരായി തീർന്നു. ഞങ്ങൾ ഉളിത്തുക്ക് വന്ന പുറപ്പാണ് After we have come out to serve the Lord,
ഈ വേലയ്ക്കായി ഞങ്ങൾ വന്ന ശേഷം ഞങ്ങൾ നീതിക്ക് അടിമകളായി ഊഴിയം ചെയ്യുന്നു. And we are a slave or a servant unto the righteousness, and we are doing this ഞങ്ങൾ ministry. നീതിക്ക് ദാസന്മാരായി ഈ സേവ ചെയ്യുന്നു. ഞാൻ ഊഴിയത്തിക്ക് വന്ന പുറപ്പാട് after I came out to serve the Lord, ഞാൻ വേലയ്ക്ക് വന്ന ശേഷം അനേകർക്ക് അടിമ വേല ചെയ്തിരിக்கிறേ. I have done the mean work to so many people. അനേകർക്ക് ദാസ്യവൃത്തി ചെയ്തിട്ടുണ്ട്. അനേക പാസ്റ്റർമാർക്ക് ഊഴിയം ചെയ്തിരിக்கிறേ. I have ministered unto so many pastors. പല പാസ്റ്റർമാർക്ക് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു പാവമായി തോന്നലില്ല. That was not at all a sin to me. അതൊന്നും എനിക്കൊരു പാപമായി തോന്നിയില്ല. എനിക്കൊരു പെരിയ മതിപ്പ് പോലെ ഇരുന്നത്. And it was really a credit to me. അതെനിക്കൊരു വലിയ മാനമായി തോന്നി. പരിശുദ്ധവാന്മാർക്ക് പണിപടി ചെയ്യാൻ ഒരു സമയം കിടത്തത്. Oh Lord, I got an opportunity to help the saints. അതേ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. എനിക്കുണ്ടായിരുന്ന മേന്മ, and that is my greatness. അതത്രേ എനിക്ക് ലഭിച്ചതായ ശ്രേഷ്ഠത. ഇന്ത്യക്ക് ഞാൻ അടിമപ്പെട്ടിരിക്കാൻ വിരുപ്പുകരേ. Today, even today, I want to be like a servant. ഇന്നും ഞാനൊരു ദാസനായിരിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ നീതിക്ക് അടിമയായി ഇരിக்கிறേ. Today, I am a servant unto righteousness. ഇന്ന് ഞാൻ നീതിക്ക് ദാസനായിരിക്കുന്നു. ഇവൾ എന്നെ ചെയ്ത, and what did this woman ഈ do? ഹാഗാർ എന്ത് ചെയ്തു? അബ്രഹാമിന്റെ വീട് വിട്ട് സാറായെ വിട്ട് ഓടുക. Now she has left the house of Abraham and she flees away from Sarah. അബ്രഹാമിന്റെ ഭവനം വിട്ട് സാറായെ വിട്ട് അവൾ ഓടുകയാണ്. അരുമയാണ് ദേവന്റെ പിള്ളേ, ഉനക്കത് സംഭവിക്കക്കൂടാതെ. Dear child of God, that should not happen to you. പ്രിയ ദൈവമേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുതാ. നീ ആരെന്നതിനെ നീ അറിയണം. You must know who you are. നീ ആരെന്നുള്ളത് നീ തന്നെ ഗ്രഹിച്ചു കൊള്ളുക. എங்கே ഇരിക്കുക എന്നതിനെ നീ അറിയണം. You must know where you are. നീ എവിടെ ഇരിക്കുന്നുവെന്ന് നീ തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ ദേവദൂതൻ അവിടെ എന്നെ കേൾക്കുക. Now looking into the Hagar, what did the angel ask her? ഇപ്പോൾ ദൈവദൂതൻ അവളോട് എന്താണ് ചോദിക്കുന്നത്? സാറാളിൻ അടിമപ്പെണ്ണായി ആകാരേ. Oh Hagar, the maid of Sarah. സാറായിയുടെ ദാസിയായ ഹാഗാരേ. ദേവദൂതൻ അവിടെ ഹൃദയത്തെ തുറന്നു കാട്ടുക. Now angel is opening her heart. ഹാഗാറിന്റെ ഹൃദയത്തെ ദൈവദൂതൻ അവൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കുകയാണ്. വരുക, എங்கே പോകുകയായി? Where are you coming from and where are you going? നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? കർത്താവിന് സ്തോത്രം. Praise be to God. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ദേവദൂതൻ എന്നെ சொல்றா. Now what did the angels say? ഇപ്പോൾ ദൈവദൂതൻ എന്താണെന്ന് പറയുന്നത്? നീ തിരിഞ്ഞുപോയി സാറാൾക്ക് അടിമയായി ഇരി. You go, return and be a servant made unto Sarah. നീ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കാം. എന്റെ അരുമയാണ് സഹോദര സഹോദരികളെ, my dear brothers and sisters, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് താഴ്മ ഇരുന്നാൽ, if you have humility, നിങ്ങൾക്ക് താഴ്മയുണ്ടെങ്കിൽ ദേവൻ ഏറ്റ വേളയിൽ നിങ്ങളെ ഉയർത്തുക. Then at the right time the Lord will exalt you. ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. യേശുവിന്റെ ഉലകത്തിൽ വന്ന് ഊഴിയം ചെയ്യും കാലത്ത്, at the time when the Lord Jesus Christ came into the world and ministered, നമ്മുടെ യേശു ഈ ലോകത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ഒരു നാൾ തണ്ണീരെടുത്ത് ശിഷ്യന്മാരുടെ കാലെ കഴുകിന. At one time he took water and he has washed the feet of his disciples. ഒരു ദിവസം അവൻ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകി. മറുപടി യേശു എന്ന് சொன்னார். What did he say again? പിന്നീട് യേശു എന്ന് പറഞ്ഞു, ആണ്ടവരും പോലരുമായി ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകിയിരുന്നാൽ, if I, the Lord and the Master of you, have washed your feet, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങളെ കഴുകിയെങ്കിൽ, ഒരുവരുടെ കാലുകളെ നിങ്ങൾ കഴുകുங்கள், then you wash the feet of one another. നിങ്ങളും തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകുവീൻ. ഇതാണ് കർത്താവ് പഠിപ്പിച്ച ഉപദേശം. This is the doctrine which the Lord has taught us. ഇതാണ് കർത്താവ് പഠിപ്പിച്ചതായ ഉപദേശം. നാം നീതിക്ക് അടിമകളായിരിക്കണം. We must be a servant unto the righteousness. നാം നീതിക്ക് ദാസന്മാരായിരിക്കണം. ദൈവം അന്തസ്ഥാനത്ത് നമ്മെ കൊണ്ടുവന്ന് ചേർത്ത. The Lord has brought us to that place. ദൈവം ആ സ്ഥാനത്ത് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. നാം എന്ത് ചെയ്യണം? Therefore what should we do? ആകയാൽ നാം എന്ത് ചെയ്യേണ്ടു? നീതിക്ക് അടിമകളായി ജീവിക്കണം. We must live unto servant unto righteousness. നീതിക്ക് ദാസന്മാരായിരിക്കണം. இப்பொழுது ஆகார் கொடுக்கிற பேருதான் லகாரோய். Now Hagar is giving the name Lahairoi. ഇപ്പോൾ ആ കിണറിന് ഹാഗാർ കൊടുക്കുന്ന പേരാണോ ബർലഹൈരോയി? അവൾ ഓടിപ്പോകുമ്പോൾ, when she is fleeing away, അവൾ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൾ ഒരു കിണറെ കണ്ട. She saw a well. അവൾ ഒരു കിണർ കണ്ടു. அங்கிருந்து தண்ணீர் குடித்தா. Then she drank water. അവിടെ വെള്ളം കുടിച്ചു. അവളുടെ കുഴந்தைக்கு தண்ணீர் കൊടുത്താ. She gave water to her child. അവളുടെ കുഞ്ഞിന് വെള്ളം കൊടുത്തു. ഇപ്പോൾ അവൾ എന്നെ சொன்னா? What does she say? ഇപ്പോൾ അവൾ എന്ത് പറയുന്നു? എന്നെ കാണുന്നവരെ ഞാൻ കാണുന്നവരെ. I see the one who sees me. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കാണുന്നു. அந்த കിണറുக்கு കൊടുത്ത പേര് എത്ര വിശേഷമായ പേര്. And what a great name or good name she has named that well with. ആ കിണറിന് അവൾ കൊടുത്ത പേര് എത്ര വിശേഷമായതെന്ന് നോക്കുക. 24-ാം അധ്യായം
അധ്യായത്തിൽ എന്നെ കണ്ടു? What have you seen in the chapter 24? 24 അധ്യായത്തിൽ നാം എന്ത് കണ്ടു? ഈസാക്ക് മനവിയാകപ്പോയി റിബേക്ക വരുമ്പോൾ, When Rebecca is coming to, who is going to become the wife of Isaac, ഇസ്ഹാക്കിന് ഭാര്യയായിട്ട് റിബേക്ക വരുമ്പോൾ റിബേക്കയെ എലിയാസർ കൂട്ടിക്കൊണ്ടുവരിക. now Eliezer is bringing this Rebecca. റിബേക്കയെ എലയാസർ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇപ്പത് അന്ത ഇടത്ത് ഈസാക്കെ സന്ധിക്கிறார். Now she is meeting Isaac at that place. ഈ സ്ഥാനത്ത് ഇസ്ഹാക്കിനെ റിബേക്ക കാണുകയാണ്. അന്നേക്ക് റിബേക്ക ഈസാക്കെ സന്ധിക്കുന്നത് മാത്രമല്ല, Not only Rebecca met Isaac on that day, അന്ന് റിബേക്ക ഇസ്ഹാക്കിനെ എതിരേറ്റത് മാത്രമല്ല, ഈസാക്ക് റിബേക്കയെ സന്ധിக்கிறார். and Isaac also meets Rebecca. ഇസ്ഹാക്ക് റിബേക്കയെയും എതിരേൽക്കുകയാണ്. ഇത് എതേ കുറിക്കുന്നത്? What does this signify? ഇത് എന്തിനെ കാണിക്കുന്നു? ഈസാക്ക് യേശുവെ കുറിക്കുന്നത്. This Isaac speaks of the Lord Jesus Christ. ഇസ്ഹാക്ക് യേശുവിനെ കാണിക്കുന്നു. റിബേക്ക സഭയെ കുറിക്കുന്നത്. This Rebecca speaks of the church. റിബേക്ക സഭയെ കാണിക്കുന്നു. இந்த റിബേക്ക என்ன செய்தா? What did this Rebecca do? ഈ റിബേക്ക എന്ത് ചെയ്തു? റിബേക്ക മൂലം ഇസാക്കുള്ള നന്മയല്ല, What is the goodness that Isaac got through this Rebecca? റിബേക്ക മുഖാന്തരം ഇസ്ഹാക്കിനുള്ള നന്മയുണ്ട്. 24 അധ്യായത്തിലെ കടശി വസനം വാസിത്താൽ If we read the last verse of chapter 24, 24 അവസാന വാക്യത്തിൽ വായിക്കുമ്പോൾ എന്ന് പണ്ടോ what do we see there? അവിടെ നാം എന്ത് കാണുന്നു? ഈസാക്ക് റിബേക്കാളെ സാറാളിൻ കൂടാരത്തിൽ കൊണ്ടുപോനാ. And Isaac brought her into his mother's Sarah's tent. ഇസ്ഹാക്ക് റിബേക്കയെ തന്റെ അമ്മയായ സാറായിയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. ഈസാക്ക് റിബേക്ക മനവിയാക്കിക്കൊണ്ട. Now he made Rebecca as his own wife. അവൻ റിബേക്കയെ തന്റെ ഭാര്യയായി പരിഗ്രഹിച്ചു. പലതാകെ ഈസാക്കുള്ള വിശേഷം എന്നാ? And because of that, what did Isaac gain? തൽഫലമായി ഇസ്ഹാക്കിനുണ്ടായ പ്രത്യേകത എന്താ? ഈസാക്കിന്റെ അമ്മയായ സാറാൾ മരിത്തുവനാ. And Isaac, Sarah, the mother of Isaac, died. ഇസ്ഹാക്കിന്റെ അമ്മയായ സാറാ മരിച്ചുപോയിരുന്നു. അവർക്ക് സ്വത്രം. Praise be to God. ദൈവത്തിന് ഇത് സ്തോത്രം. എതേ കുറിക്കുന്നത്? And what does this signify? ഇതെന്തിനെ കാണിക്കുന്നു? യേശുവിന്റെ കൽവാരിയെ കുറിക്കുന്നത്. This was the Calvary of our Lord Jesus യേശുവിന്റെ Christ. കാൽവറിയെ കാണിക്കുകയാണ്. യേശു കൽവാരി പാടുപെട്ടതിനാൽ Because the Lord Jesus Christ suffered on the cross of Calvary. യേശു കാൽവറിയിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു റിബേക്ക കിടക്കുന്നത്. Now we get a Rebecca. നമുക്കിപ്പോൾ ഒരു റിബേക്കയെ കിട്ടുന്നു. റിബേക്കയെ പറ്റി വാസിക്കുമ്പോൾ When you read about this Rebecca, ഈ റിബേക്കയെ കുറിച്ച് വായിക്കുമ്പോൾ മഹാരൂപതിയായിരുന്ന, she was very beautiful. അവൾ അതിസുന്ദരിയായിരുന്നു. പുരുഷനറിയാത്ത കന്യകയായിരുന്ന, She was a virgin who knew no husband. പുരുഷൻ തൊടാത്ത കന്യകയായിരുന്നു. അരുമയാണ് യുവജനമേ. Dear people of God, പ്രിയ ദൈവജനമേ, എഫേസ്യർ 5:26 വാസിത്താൽ if we read Ephesians chapter 5 verse 26, എഫേസ്യർ 5:26 വായിച്ചാൽ അതേപ്പറ്റി എന്നെ വാസിക്കുന്നു. what do we read about the church? സഭയെ കുറിച്ച് നാം എന്ത് വായിക്കുന്നു? നാമത് തിരുവസനത്തെ കൊണ്ട് തണ്ണീർ പുഴുക്കള ശുദ്ധീകരിപ്പതற்காகவும் That he might sanctify with the washing of the water, അവനോടെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും അറൈ തിരി മുതലാനും ഒന്നുമില്ലാതെ പരിശുദ്ധവും പിളയറ്റതും മഹിമയുള്ള സഭയായി നമുക്ക് മുമ്പാകെ നിർത്തിക്കൊള്ളുമ്പടിക്ക് that he might present it unto himself as a glorious church without any spot or any such thing. സഭയെ കറയും കളങ്കവുമില്ലാതെ തനിക്ക് തന്നെ വിശുദ്ധീകരിച്ച തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും അവർക്കാകെ ഒപ്പുകൊടുത്താൽ He gave himself for that. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എതുക്കായി ഒപ്പുകൊടുത്താൽ For the Lord Jesus Christ gave യേശു himself. എന്തിനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു? എതുക്കായി മരിത്താൽ What for the Lord Jesus Christ യേശു died? എന്തിനായി മരിച്ചു? ഒരു മഹിമയേറെ സഭയ്ക്കാകെ, For a glorious church. ഒരു തേജസ്സേറിയ സഭയ്ക്ക് വേണ്ടി. അന്ത സഭയ്ക്കാകെ ദൈവം നമ്മെ അഭിഷേകിത്താൽ Only for the church the Lord has anointed us. ആ സഭയ്ക്കായി ദൈവം നമ്മെ അഭിഷേകം ചെയ്തു. ഈസാക്ക് എங்கே തങ്ങിയിരിക്കണം? Now where is Isaac dwelling? ഇപ്പോൾ ഇസ്ഹാക്ക് എവിടെയാണ് പാർക്കുന്നത്? 25:11 എന്നെ വാസിത്തോ? What do we read in the book of Genesis chapter 25 verse 7? 25:11 നാം എന്ത് വായിച്ചു? അന്ത ആകാർ சொன்னபடியே, Just like Hagar said, അഹഗാർ പറഞ്ഞതുപോലെ എന്നെ കാൺகிறവരെ ഞാൻ കാൺகிறேன். I see the one who sees me. എന്നെ കാണുന്നവനെ ഞാൻ കാണുന്നു. അരുமையான தேவனுடைய பிள்ளையே, Dear child of God, പ്രിയ ദൈവമൈതലേ, உன்னை காண்கிற ஒரு தேவன் இருக்கிறார். there is a God who sees you. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. நீ பாவியாயிருக்கவே கர்த்தர் உன்னை கண்டார். When you were a sinner, the Lord Jesus Christ saw you. നീ പാപിയായിരിക്കയിൽ ദൈവം നിന്നെ കണ്ടു. மனம் திரும்பற்காக தேவனால் அழைக்கப்பட்டார். You are called by the Lord for repentance. നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടു. ஞானஸ்நானம் ஏற்பதற்கு உன்னை தேவனை அழைத்தார். God has called you to take water baptism. സ്നാനമെടുക്കുവാനായി ദൈവം നിന്നെ വിളിച്ചു. தேவன் உன்னை அபிஷேகித்தார். God has also anointed you
മഹിമയെ അടയുണ്ടായി. And you have received the glory of God. നീ ദൈവതേജസ് പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈസാക്ക് എங்கே இருக்கிறார்? Where is Isaac dwelling? ഇപ്പോൾ ഇസ്ഹാക്ക് എവിടെയിരിക്കുന്നു? ലഹായിരോയി എന്ന ഇടത്തവൻ കുടിയിരിக்கிறார். He is dwelling in the place called Lahairoi. ഹീരോഹി എന്ന കിണച്ചരികെ പാർക്കുന്നു. ഇപ്പോൾ നീ എங்கே இருக்கிறாய்? Where are you now? അപ്പോൾ നീ എവിടെയിരിക്കുന്നു? ഞാൻ എங்கே இருக்கிறேன்? Where am I? ഞാൻ എവിടെയിരിക്കുന്നു? എന്റെ ദേവൻ എന്നെ കാണുகிறார். Yes, my God sees me. എന്റെ ദൈവം എന്നെ കാണുന്നു. ദേവൻ ഉങ്ങളെ பார்க்கிறார். Yes, my God see you too. അതെ, എന്റെ ദൈവം നിങ്ങളെയും കാണുന്നു. ദേവനെ മറിച്ചു കൊണ്ടുവേ ചെയ്യ முடியாது. We cannot do anything hiding our Lord. ആ ദൈവത്തെ മറിച്ച് നമുക്ക് ഒന്നും ചെയ്യാവതല്ല. സംഗീതക്കാരനായ ദാവീദ് എന്ന് சொன்னார். What does the psalmist David say? സങ്കീർത്തനക്കാരനായ ദാവീദ് എന്ന് പറയുന്നു, ഞാൻ ഉட்கார்ந்திருப்பதை നീ അറിந்திരിக்கிறாய். God knows my down sitting. ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു. ഇരുപോർക്ക് മറവില്ലേ. And there is no hiding at all. ഇരുട്ടുപോലും നിനക്ക് മറവല്ലല്ലോ. നീ എന്നെ മുർപ്പത്തിലും പിറപ്പത്തിലും അടയ്ക്കുന്ന പടയാക്கிறாய். And you are keeping me both from the backwards as well as the front. And you are keeping me. നീ മുൻപും പിമ്പും എന്നെ അടച്ച എന്നെ കാക്കുന്നു. നിന്റെ കൈ എന്റെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്നത്. And your hand is kept upon me. നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. സംഗീതം 139. Psalm 139. ദേവൻ എപ്പടി നമ്മളെ പാതുകാക്கிறார்? How does the Lord keep us? 139 സങ്കീർത്തനം 5-ാം വാക്യം. Verse 5. കർത്തർക്ക് സ്തോത്രം. Praise be to God. ദൈവത്തിന് സ്തോത്രം. മുർപ്പുറത്തിലും പിറപ്പുറത്തിലും അടയ്ത്ത് കൈ എന്റെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്നത്. Thou hast beset me behind and before and laid thy hand upon me. നീ മുൻപും പിൻപും എന്നെ അടച്ച നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. എനിക്ക് പിന്നിക്കോ പുല്ലിക്കോ പോക முடியாது. I cannot go neither to the front nor to the back. എനിക്ക് മുൻപോട്ടോ പുറകോട്ടോ പോകുവാൻ നിവൃത്തിയില്ല. കൈ എന്റെ മേൽ ഇരിക്കുന്നത്. And your hand is upon my head. നിന്റെ കൈ എന്റെ മേൽ ഇരിക്കുന്നു. അരുമയായ ദേവന്റെ പിള്ളയെ, dear child of God, പ്രിയ ദൈവമേ, സഭയ്ക്കുള്ളിൽ ആര് കൊണ്ടുവന്നാൽ? Who has brought you into the church? ഈ സഭയിൽ നിന്നെ ആരാണ് കൊണ്ടുവന്നത്? എന്നെ சொல்ல முடியும்? What can you say? നിനക്ക് എന്ത് പറയാൻ കഴിയും? എന്നെ കാണുന്നവൻ കാണുന്നവൻ. I see the one who sees me. എന്നെ കാണുന്നവനെ ഞാൻ കാണുന്നു. അരുമയായ ദേവന്റെ പിള്ളയെ, dear child of God, പ്രിയ ദൈവമേ, നിനക്ക് നന്മ വന്നാലും തിന്മ വന്നാലും കർത്തർ അറിയാமல் വരുവതില്ലേ? Whether it is good or evil that come to pass in your life, without the knowledge of God, nothing is coming to you. നിനക്ക് നന്മ വന്നാലും തിന്മ വന്നാലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ കർത്തർ വെகு ശീഘ്രത്തിൽ സഭയ്ക്കായി വെളിപ്പെടുവാൻ. Yes, our Lord Jesus Christ shall appear very soon. നമ്മുടെ കർത്താവ് വേഗം തന്റെ സഭയ്ക്കായി പ്രത്യക്ഷനാകും. ആരവിടാ ദേവജനമേ. Therefore, dear people of God, ആകയാൽ ദൈവജനമേ, നമുക്ക് നമ്മെ തിരുമ്പി പാർക്കണം. Let us turn back our own life. നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. എന്നുടെ ജീവിതം എപ്പടി ഇരിക്കുന്നത്? How is my life? നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? ഞാനൊരു പരിശുദ്ധവാനാ? Am I a saint? ഞാൻ ഒരു വിശുദ്ധനാണോ? ഞാനൊരു പരിശുദ്ധവതിയാ? Am I a saint? ഞാനൊരു വിശുദ്ധയാണോ? ഞാൻ കറയും തിരിയില്ലാത്തവനാ? Am I a person without any spot or wrinkle? ഞാൻ കറയും കലങ്കവും ഇല്ലാത്ത വ്യക്തിയോ? ഞാൻ പരിശുദ്ധനായിരിക്കണേ? Am I a saint? ഞാൻ വിശുദ്ധമായിരിക്കുന്നുവോ? എല്ലാവരും ഒന്ന് ചിന്തിച്ച് പാരുங்க. All of you please think about this. എല്ലാവരും അല്പനേരം ചിന്തിച്ചു നോക്കുവീൻ. ഇന്നത്തെ പകലാണ് നമ്മുടെ കർത്തർ നമ്മുടെ മധ്യയിൽ ഉലാവുകയാണ്. Even this morning the Lord is walking in our midst. ഇപ്പോൾ കാലം നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ നടകൊള്ളുകയാണ്. ദേവന്റെ പിള്ളയെ കർത്തറിനെ പാർക്കണം. Dear child of God, the Lord sees you. ദൈവത്തിലെ കർത്താവ് നിന്നെ കാണുന്നു. ഈ കർത്തരെ നോക്കിട്ടാ. You look at the Lord. നീ കർത്താവിനെ നോക്കുക. ദേവദൂതൻ ഹാഗാരെ ചൊല്ലി എന്നെ சொன்னார். I'm looking at Hagar. What did the angel say? ഹഗാരിനോട് ദൈവദൂതൻ എന്ന് പറഞ്ഞു, സാറായിൻ അടിമപ്പെണ്ണായ ഹാഗാരേ. Oh, the servant maid of Sarah, Hagar. സാറായിയുടെ ദാസിയായ ഹഗാരേ, നീ എങ്കിരുന്ന് വരികയായി? Where are you coming from? നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുകയായി? Where are you going to? എങ്ങോട്ട് പോകുന്നു? ദേവദൂതൻ എന്ന് சொன்னார். Now what does the angel say? ദൈവദൂതൻ വീണ്ടും അവളോടെന്ന് പറയുന്നു, നീ തിരുമ്പി പോയി സാറാനെ കടങ്ങീര്. Go, return to the house and be subject unto Sarah. നീ മടങ്ങിച്ച നിന്റെ യജമാനത്തിയായ സാറയ്ക്ക് കീഴടങ്ങിയിരിക്കാം. നീ മുളകിപ്പോയി നീതിക്ക് അടിമയായിരേ. Yes, you return and be a servant unto righteousness. നീയും ഇന്ന് മടങ്ങിച്ചെന്ന് നീതിക്ക് ദാസനായിരിക്കാം. If you are remain like that, അങ്ങനെ ഇരുന്നാൽ ഈസാക്ക് റിബേക്കാരെ വാദം ചെയ്തതുപോലെ, just like Isaac married Rebecca, റിബേക്കയെ വിവാഹം ചെയ്തതുപോലെ സഭയെ ചേർക്ക ശീഘ്രത്തിൽ വെളിപ്പെടുവാൻ. Our Lord Jesus Christ shall appear soon together. സഭയെ ചേർക്കുവാൻ എത്രയും വേഗം പ്രത്യക്ഷനാകും. വെളിപ്പെടുത്തൽ 19:7 വാസിച്ചാൽ, If we read book of Revelation
chapter 19, verse 7. വെളിപ്പാട് പുസ്തകം 19:7 വായിക്കുമ്പോൾ എന്ന് പാക്കറോ What do we see there? അവിടെ നാം എന്ത് കാണുന്നു? ആട്ടുകുട്ടിയുടെ കല്യാണം വന്നത് The marriage of the Lamb is come. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. മകൻ തന്നെ ആയുധം പണിക്കൊണ്ട് The wife hath made herself അവന്റെ ready. കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. ശുദ്ധവും പ്രകാശമാണ് വെള്ളിവസ്ത്രം ധരിക്ക് അളിക്കപ്പെട്ടത്. Fine linen, clean and white is granted unto her. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. വെള്ളിവസ്ത്രം പരിശുദ്ധമായ നീതികളെ. And that fine linen is the righteousness of the saints. ആ വിശുദ്ധ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. അരുമയാണ് ദേവന്റെ പിള്ളയെ. Dear saint of God, പ്രിയാദേ വൈതലേ, നീതിക്രിയകൾ എപ്പടി ഇരിക്കുന്നത്? how is your works of നിന്റെ righteousness? നീതിപ്രവർത്തികൾ എങ്ങനെയിരിക്കുന്നു? ശുദ്ധവും പ്രകാശമായിരിക്കട്ടെ. Let it be clean and white. അത് ശുദ്ധവും ശുഭ്രവുമായിരിക്കട്ടെ. വസ്ത്രമായിരിക്കട്ടെ. Let it be white. അത് നേരിയ വസ്ത്രമായിരിക്കട്ടെ. കൃപയാ കർത്തത നമുക്ക് തന്ന All these things the Lord has given us graciously. എല്ലാം കർത്താവ് തന്റെ കൃപയാൽ നമുക്ക് നൽകിയിരിക്കുന്നു. ആരും ദേവസമിതി ചൊല്ലില്ലേ? Therefore, all of you tell in the presence of God, എല്ലാവരും ദൈവസന്നിധിയിൽ ഇങ്ങനെ പറയുകയും കൃപയാണ് ഇന്ന് രക്ഷിച്ചു. Lord, graciously you have saved me. കൃപയാൽ നീ എന്നെ രക്ഷിച്ചു. കൃപയാണ് നീതിമാനാക്കി. Graciously you have justified me. കൃപയാൽ നീ എന്നെ നീതിമാനാക്കിയല്ലോ. അഭിഷേകിച്ചു. Graciously you have anointed me. കൃപയാൽ നീ എന്നെ അഭിഷേകം ചെയ്തുവല്ലോ. ദേവമഹിമയെ തന്നി. Graciously you have given your glory to me. കൃപയാൽ നിന്റെ തേജസ് എനിക്ക് തന്നുവല്ലോ. ദേവമഹിമയെ നിറപ്പപ്പെടുക. Let all of you be filled with the glory of God. എല്ലാവരും ദൈവതനുസരിച്ചാൽ നിറയപ്പെടുവീൻ. എല്ലാവരും ദേവവല്ലമയെ നിറപ്പി സന്തോഷപ്പെടുക. Let all be filled with the power of God and rejoice. എല്ലാവരും ദൈവശക്തിയാൽ നിറഞ്ഞു സന്തോഷിക്കുവീൻ. അരുമയാണ് യുവജനമേ. Dear people of God, പ്രിയ ദൈവജനമേ, ഇനിയും കാലം മുടിയാ പോകുന്നത്. period of grace is going to be over. കൃപയുടെ കാലം അവസാനിക്കാറായി. കാലം മുടിയാ പോകുന്നത്. The period of the gospel is going to be over. സുവിശേഷത്തിന്റെ യുഗം അവസാനിക്കാറായി. സഭയും കാലം മുടിയാ The പോകുന്നത്. period of the church is going to be over. സഭായുഗം അവസാനിക്കാറായി. നമ്മുടെ ആയുഷ്കാലം മുടിയാ പോകുന്നത്. Yes, even our days are going to be over. നമ്മുടെ ജീവിത നാളുകളും അവസാനിക്കാറായി. ഞാനും കൂടി അതുതാൻ ചിന്തിക്കണേ. That's what I am also thinking about. ഞാനും അതത്ര ചിന്തിക്കുന്നതാ. ഞാനും കൂടി 82 വയസ്സിനപ്പുറത്ത് വന്നിരിക്കെ. Now, I have crossed 82. 82 വയസ്സ് എനിക്കും പൂർത്തീകരിക്കുകയാണ്. ഞാൻ എന്റെ കർത്തനെ മാത്രം ദർശിക്കാൻ വിരുമ്പുകേ. Yes, I want to see only my Lord. ഞാൻ എന്റെ കർത്താവിനെ കാണാൻ മാത്രം ആഗ്രഹിക്കുന്നു. அப்படி விரும்புகிறீர்களா? Do you desire that? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. அப்படி சொன்னார். Yes, John also confessed like യോഹന്നാൻ that. അങ്ങനെയാണ് പറഞ്ഞത്. ஆமென் கர்த்தாவே, சீக்கிரமாய் வாரும். Amen, Lord, oh come, Lord. ആമേൻ കർത്താവായ യേശുവേ, വേഗം വരണമേ. நாம் அதை சொல்லுவோமாக. Let us also say the same thing. നമുക്കും അങ്ങനെ ഏറ്റു പറയാം. ஆமென் கர்த்தாவே, சீக்கிரமாய் வாரும். Oh come, Lord, amen. ആമേൻ കർത്താവേ, ശീഘ്രം വരണമേ. இன்னும் கொஞ்ச காலத்தில் வருவார், தாமதம் பண்ண. He that cometh will come and he will not tarry. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ടോ വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. எல்லாரும் கண்களை மூடுங்க. Let us all close our eyes. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. நிரப்பப்படுங்க. Be filled with the love of God. ദൈവസ്നേഹത്താൽ അറിയപ്പെടുക. நமக்காய் கல்வாரி மடித்து இயேசு நோக்கி பார்ப்போம். Look at the Lord Jesus Christ who died for us നമുക്കായി on Calvary. നമുക്കായി കാൽവറിയിൽ മരിച്ച യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം. அன்பினால் நிரப்பப்படுவோம். Be filled with the love of God. ദൈവത്തിന്റെ സ്നേഹത്താൽ നമുക്ക് നിറയപ്പെടാം. அழுகையா நிரப்பி Be சந்தோஷப்படுவோம். filled with the power of God and rejoice. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് സന്തോഷിക്കാം. நம்மை காக்கிற தேவன் நம்முடைய மத்தியில் இருக்கிறார். Where the Lord who sees us is walking in നമ്മെ our midst. കാണുന്നവനായ ദൈവം നമ്മുടെ മധ്യേ ഉലാവുകയാണ്. நம்மை முக்கியமாக ஒப்பு கொடுப்போம். Therefore, let us surrender ourselves completely to പൂർണ്ണമായി Him. നമുക്ക് നമ്മെ സമർപ്പിക്കാം. ஆவியாத்ம சிறுத்தை ஒப்பு கொடுப்போம். Let us surrender our body, soul, and നമ്മുടെ spirit ദേഹം unto ദേഹി Him. ആത്മാവിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. கர்த்தர் சீக்கிரத்தில் வெளிப்படுவார். Yes, our Lord will appear very soon. നമ്മുടെ കർത്താവ് എത്രയും വേഗം വെളിപ്പെടും. ஆயத்தமாக இருப்போம். Let us all be ready. നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. கர்த்தர் ஆசீர்வதிப்பாராக. May the Lord bless us all. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Now, praise God.